നന്ദിയോടുകൂടി ോടുകൂടി അങ്ങ് പാടിങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഈ മൂന്നാം ദിവസം അപ്പൻ്റെ കരം ഞങ്ങൾ ചോദിക്കുകയാണ്, അപ്പൻ്റെ കൃപ ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലേ, എന്നടികൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ദൈവകൃപ ശക്തമായ പ്ലാറ്റ്ഫോമിൽ പ്രവഹിക്കട്ടെ എന്ന് അടികളെ അപേക്ഷിക്കുക. ഇന്ന് രാത്രി സമയം അടികളോട് വചനം സംസാരിക്കുന്ന ദാസനെ അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം, സഹായിക്കണം. തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നൽകിയിരിക്കുന്ന വിഷയങ്ങൾ അടികളോട് സംസാരിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിക്കുമാറാകണമേ എന്ന് അടികളെ അപേക്ഷിക്കുന്നു. ഗ്ലോറിഫൈ ഗോഡ്. ബിനോയ് കൊല്ലം അദ്ദേഹത്തെ മാനിക്കണമേ, സഹായിക്കണമേ. അടികളോട് സംസാരിക്കേണ്ട വചനം അങ്ങ് തന്നെ നൽകിക്കൊടുത്താൽ ഗ്ലോറിഫൈ. അങ്ങ് സഹായിക്കുന്നതിനാൽ അങ്ങ് വാഴ്ത്തുന്നു. വർഷിപ്പിൽ ലീഡ് ചെയ്യുന്ന താമരദാസ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോൺ പ്രാർത്ഥിക്കും. അദ്ദേഹത്തെ മാനിക്കണമേ, സഹായിക്കണമേ. ദൈവകൃപയിലായിരിക്കാൻ, ദൈവശക്തിയിലായിരിക്കാൻ സഹായിച്ചേട്ടെ. പ്ലാറ്റ്ഫോമിനെ അങ്ങ് കവർ ചെയ്യണമേ. ഷിക്കിന ഗ്ലോറി ഇറങ്ങി നിൽക്കട്ടെ എന്നടികളെ അപേക്ഷിക്കും. ജോയിൻ ചെയ്തവർക്കായി സ്തോത്രം. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജോൺസ് പാസ്റ്ററിനെ, ജോലിസിനെ പ്രാർത്ഥിക്കും. സിറ്റി ഹാർവസ്റ്റ് ചർച്ചിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. അങ്ങയിൽ നിന്ന് പ്രാപിക്കുന്നത് ഏറ്റെടുക്കുവാൻ, ഓർത്തിരുന്ന് മുന്നോട്ട് ഗമിപ്പാൻ, ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ സ്വർഗ്ഗം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി അടിയങ്ങളെ അപേക്ഷിക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. കർത്താവ് ചെയ്യുന്നതിനല്ലെങ്കിൽ വാഴ്ത്തുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജോസങ്ങളെ. താങ്ക് യു. ദൈവതാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന വർഷങ്ങൾ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കുന്ന സമയമാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ ഹൃദയദാസനോട് ഒത്തുചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ ആരാധന ലീഡ് ചെയ്യുവാൻ ഹൃദയദാസൻ പ്രിയ ഷാജി ജോൺ നമ്മുടെ മധ്യേ ഉണ്ട്. എപ്പോഴും നമ്മോടൊപ്പം ഉള്ള ഒരു കർത്തവ്യത്തിനാണ്. ഇഷ്ടത്തെ ഈ രാത്രി നമ്മുടെ ഭാര്യയ്ക്ക് അനുഗ്രഹമായി തിരുമാറാകട്ടെ. ഹല്ലേലൂയ. മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ ഒത്തുചേർന്ന് ദൈവത്തെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. സമയങ്ങൾ പ്രിയ കർത്തവ്യദാസൻ പ്രിയ ഷാജി ജോനെ കൈമാറുന്നു. ഇഷ്ടം. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ധന്യനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം തന്നെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സയന സമയത്തിനായി സ്തോത്രം. പ്രിയ ജോൺസ് പാസ്റ്റർ, ആൻറ്റി, മീറ്റിംഗ് പങ്കെടുക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അഭിഷിക്തന്മാർ, പ്രിയ പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങൾ, പാസ്റ്ററിൻ്റെ മാതാവ്, പ്രിയ മച്ചി, മീറ്റിംഗ് പങ്കെടുക്കുന്ന അഭിഷിക്തന്മാർ, ഇന്ന് രാത്രി യാമത്തിൽ നമ്മളോട് കർത്താവിൻ്റെ വചനത്തിൽ സംസാരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം തന്നെ അറിയിക്കുന്നു. പാസ്റ്റർ പ്രാർത്ഥനയുടെ സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ രാത്രിയാമത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നല്ലോ. ഈ പാസ്റ്റർ പ്രാർത്ഥനയ്ക്കകത്ത് വലിയത് പ്രതീക്ഷിച്ചാൽ ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് വലിയത് പ്രതീക്ഷിച്ചാൽ ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു, എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത രക്ഷയുടെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആരും പറയണ്ട, നമ്മൾ തനിയെ അവനെ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. തനിയെ സ്തുതിക്കാൻ തുടങ്ങും, തനിയെ ആരാധിക്കാൻ തുടങ്ങും. ഏത് സാഹചര്യത്തിലായാലും ഏത് സന്ദർഭങ്ങളിലായാലും അവന് ആരാധന ഒരു വിഷയമല്ല. ഇന്ന് രാത്രിയാമത്തിൽ എത്ര പേർക്ക് നന്ദിയോടെ പറയാൻ കഴിയും, കർത്താവേ അമ്മസ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി കർത്താവേ, അങ്ങനെ വീണ്ടെടുത്തതിന് നന്ദി അപ്പാ, അങ്ങയുടെ രക്ഷ, അങ്ങനെക്ക് തന്ന രക്ഷയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും അല്പസമയം അന്യ ഭാഷകളിൽ അല്പസമയം കർത്താവിനെ ഇത് സ്തുതിച്ചു തുടങ്ങിക്കേ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഇത് സ്തുതിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ. പാട്ട് പാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ എല്ലാം ആത്മാവിൽ ചെയ്തു തുടങ്ങണം. ഹല്ലേലൂയ. നന്ദിയോടെ എല്ലാ തരത്തിലും കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. രാത്രിയാമത്തിൽ ഹല്ലേലൂയ, ആ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇരിപ്പിടങ്ങളൊക്കെ ഒന്ന് മറന്നാൽ സമയം നന്ദിയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നല്ലവനായ ദൈവത്തെ നമുക്ക് പാടി നമുക്ക് പെടതാം. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെയുള്ളം
നിറയുന്ന സന്നാഹമോ സ്തുതി പാടിടുന്നേ. ദേവ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തെ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നീടയൻ അനന്തം വന്ദനമേ. എൻ്റെ പൊന്നീടയൻ അനന്തം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവ അന്തികയുള്ള മകൾ ശക്തി നീയേ. നാഥ അന്തികയുള്ള മകൾ ശക്തി നീ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. നാഥൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താ കഴിവുള്ളവനെ. എന്നെ മുറ്റും നീറുത്താ കഴിവുള്ളവൻ. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. ഒരിക്കൽ കൂടെ എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നീന കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നീന കേശുപരാ. രാത്രിയാമത്തിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തെ ഓർക്കുമ്പോൾ നമുക്ക് തിരിച്ചെന്താ നൽകാനുള്ളത്? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വചനം ഇങ്ങനെ പറയുന്നത്, ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയാമത്തിൽ എത്ര പേർ നന്ദിയോടെ കർത്താവിന് ആരാധന കൊടുക്കും? പറഞ്ഞ കർത്താവിന്റെ രാത്രിയാമത്തിൽ അതിന് പകരമായി എനിക്ക് നൽകാനുള്ളത് ആരാധനയാണ്, എൻ്റെ ഹൃദയമാണ്, എൻ്റെ സ്നേഹമാണ്. രാത്രി ആദരങ്ങളൊക്കെ ഒന്ന് തുറന്ന് ആ ഇരു കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി അവനോട് നന്ദിയുണ്ടെങ്കിൽ അന്ത്യം വരെയും നമ്മളെ കരുതാൻ കഴിയുന്ന ഒരു സർവശക്തൻ, പരിപാലിക്കാൻ കഴിയുന്നവൻ, തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കുന്ന ആ സ്നേഹത്തിന് ഇത് രാത്രി എത്ര പേർക്ക് നന്ദിയോടെ അവൻ ആരാധന കൊടുക്കാൻ കഴിയും? ആരാധന 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 യേശുവിനാരാധന ആരാധന ആരാധന യേശുവിനാരാധന ആരാധന ആരാധന
കരമുയർത്തി ആരാധന ആരാധന അങ്ങേ പോലെ സ്നേഹിച്ചിടാവതില്ല ആർക്കുമേ. പാടുകേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹത്തോടെ ആരാധന 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 യേശുവിനാരാധന. സ്നേഹത്തോടെ ശമനരകനകസ്യം തേരിയം ശമാന ലകസെക്കെ തേരിയം ശേരിയം ആരാധന 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 യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. കരങ്ങൾ തട്ടിയ കരങ്ങൾ ഉയർത്തുന്ന രാത്രിയാമത്തിൽ സർവശക്തനായ ദൈവത്തിന് സകല സ്തുതിയും ആരാധനയും മഹത്വമൊക്കെ അർപ്പിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് രാവിലെ തൊട്ട് ഞാനിങ്ങനെ മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ ദൈവസന്നിധിയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വർഷിപ്പിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അമേസം തിരഞ്ഞെടുത്തിട്ട് അവരെ അധികാരം കൊടുത്തവരെ അയക്കുന്നതായിട്ട് വചനത്തിൽ കാണുന്നുണ്ട്. അധികാരം കൊടുത്തവരെ അയക്കുന്നു. അവിടെ ഇങ്ങനെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 7 മുതൽ വാക്യം. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. ഭൂതങ്ങളെ പുറത്താക്കുവിൻ. ആമേൻ. സ്തോത്രം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. രാത്രിയാമത്തിൽ പരിശുദ്ധാത്മാവിനും പ്രിയ ദൈവസഭയോട് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞ് ആമേൻ ദൈവസഭ പ്രതികരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി പറഞ്ഞൊരു കാര്യം കൂടെ പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ജനം ആരാധിക്കുന്ന ദൈവസഭയിലേക്ക്, ആലയത്തിലേക്ക് ദൈവത്തിൻ്റെ ഗ്ലോറി മടങ്ങി വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി സ്വർഗം തിരികെ തരാൻ പോവുകയാണ്. ആ ഗ്ലോറി വെളിപ്പെട്ടാൽ ഹല്ലേലൂയ അധികാരങ്ങൾ അതിശക്തമായി വെളിപ്പെടും. ആ ഗ്ലോറി വെളിപ്പെട്ടാൽ രോഗങ്ങൾ സൗഖ്യമാകും. ഭൂതങ്ങൾ പുറത്താകുവാനിടയെത്തീരും. കുഷ്ഠരോഗി സൗഖ്യമാകാനിടത്തീരും. അതിശക്തമായ ദൈവപ്രവൃത്തി, അതിശക്തമായ ദൈവ സാന്നിധ്യം ആമേൻ. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഇൻസ്റ്റന്റ് ഹീലിംഗ്, പെട്ടെന്ന് നടക്കുന്ന ഹീലിങ്ങുകൾ. ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഇൻ്റർസെഷന് ഞാൻ കയറിയപ്പോൾ ആൻറ്റി പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആൻറ്റിയുടെ ഏതൊരു ഒരു പ്രാർത്ഥന വിഷയത്തിന് മറുപടി ലഭിച്ചെന്ന് കേൾക്കാൻ ഇടയെത്തിയിരുന്നു. ഇതിനകത്ത് വലിയ ഡെലിവറൻസ് നടക്കുമെന്ന്. 2025 ഒരു അസാധാരണ ദൈവസാന്നിധ്യം ചലിക്കുന്ന വർഷമാണ്. സഭയെ പരിശുദ്ധാത്മാവ് അതിശക്തമായ റലത്തിലേക്ക് കയറ്റുന്ന ഒരു വർഷമാണ്. എത്ര വിശ്വസിക്കുന്നു? ആത്മാവിൽ എത്ര പേർക്ക് അതിനെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ജോൺസൺ പാസ്റ്ററെ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളായ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അതിശക്തമായ ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് ഏറ്റെടുത്തായിട്ട് വിശ്വസിക്കുന്നവർ അത്ഭുതമേശുവിന്ന ഈ ഭൂമിയിലെ
ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. കരങ്ങളൊക്കെ അടിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ അത്ഭുതമേശുവിന്റെ നാമം രാത്രി സഭയൊന്നായി ഉയർത്തിയാട്. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവേ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവേ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. മിന്നൽ പിണരുക്കൾ വീശും പിന്മാരിയൂറ്റുമവേ. മിന്നൽ പിണരുക്കൾ വീശും പിന്മാരിയൂറ്റുമവേ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. നിന്നിത പാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ. നിന്നിത പാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റു നാം പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. 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 പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം എനിക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിൽ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നണേ. അവിടുത്തെ ബലം അവിടുത്തെ ബലം എനിക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം എനിക്ക് ആവശ്യം. ഓ ധീരവനം ശബലം തലവൈട പ്രൗഢവനം ശബനം തേ. അവിടുത്തെ ബലം എനിക്ക് ആവശ്യം. ഓ ധീരവനം ശബലം തലവൈട പ്രൗഢവനം ശബലം തലലിഗതഗനം തേ. ഓ ധീര പ്രൗഢവനം ശബലം തലവൈടവനം ശബലം തേ. ഓ റഗനഗരഗജഗനം തേ. ചൂടവനം ശബലം തലവൈട പ്രൗഢവനം ശ. ഓ റഗനഗരഗജഗധീരവനം ശബലം തേ. ഓ ധീര പ്രൗഢവനം ശബലം തലരിഗതഗനം ത. ഓ റഗനഗരഗജഗധീര പ്രൗഢവനം ശേ. ഓ ധീര പ്രൗഢവനം ശബലം തലരിഗതഗരാജകവൈടേ ശബനവനധുര പ്രൗഢവനം ശബനം ത. ഓ റഗജഗരഗജഗരിഗതഗണം തേ. ചൂടവനം ശബലം തേ. റഗനഗരഗജഗരഗജേ അടമന ചൂടവന ശമന. സഭ പുറത്തു വരട്ടെ. ആത്മനിറവിലുള്ള സഭ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. അധികാരത്തോടെ അഭിഷേകത്തോടെ ദൈവസഭ പുറത്തു വരട്ടെ. ധീരവനം ശബലം തലവൈടവനം ശബലം തലരിഗതഗനം തേ. ഓ അവിടുത്തെ ബലം. കരകളൊക്കെ ഒന്ന് ഉയർത്തി രാത്രിയാമത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഞാൻ ബലഹീനനാണ്. എൻ്റെ ബലഹീനതകളുടെ മേൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രിയാമത്തിൽ ഞങ്ങളെ ഒന്ന് ശക്തീകരിക്കണം. ഈ മീറ്റിംഗ് ഞങ്ങൾ ആത്മനിറവിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ പാട്ടുപാടി രണ്ട് അന്യഭാഷ പറഞ്ഞ് തീർക്കുന്ന ഒരു റലത്തിലല്ല, ജീവിതത്തിൽ സദാസമയം ആത്മാവിൽ ദൈവമായിട്ട് സംസാരിക്കുന്ന ആത്മശുശ്രൂഷയുടെ മണ്ഡലത്തിലേക്ക് ഞങ്ങളെ കയറ്റണമേ. ആ കരങ്ങളൊക്കെ ഒന്ന് മലർത്തിപ്പിടിക്കുകയോ ഉയർത്തിപ്പിടിക്കുകയോ. എങ്ങനെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് ബഹുമാനത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും, പാടുവാൻ കഴിയും? പാടുക. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം അവിടുത്തെ ബലം എനിക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അപ്പാ അവിടുത്തെ ബലം എനിക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഒരിക്കൽ കൂടെ അവിടുത്തെ ബലം എനിക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. സ്വർഗ്ഗപിതാവേ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവമേ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാടെ പരിശുദ്ധാത്മാവേ എല്ലാ മാനമവും അങ്ങേക്ക് തരുന്നു. അല്പസമയം പാടി മുഖത്തപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. പ്രതിവേദനത്തെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പ പിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി, യേശുപ്പാടെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പാടിയതുപോലെ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നതിന് നന്ദി കർത്താവേ. രാത്രിയാമത്തിൽ അധികാരത്തോടെ ദൈവസഭ എഴുന്നേൽക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോസ്തോലന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കുന്ന ഒരു അപ്പോസ്തോലിക് ചർച്ചായി, അസാധാരണമായ ആത്മമണ്ഡലം വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയുടെ ചർച്ചായി, മഹാരാഷ്ട്രയെ കീഴടക്കുന്ന അഭിഷേകം രാത്രിയാമത്തിൽ ഇതിനകത്ത് ചലിക്കുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങളുടെ ദാസനെ കുടുംബത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആഴത്തിൽ നിന്ന് രാത്രി സംസാരിക്കണം. പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ബിഷപ്പുടെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഷാജി ബ്രദറെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുമാറാക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാ സമയം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുവാൻ ഇടയെ തീർന്നല്ലോ. ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തുടർന്ന് നടക്കുന്ന ഈ മീറ്റിംഗിന്റെ 3-ാം ദിവസം രാത്രിയിൽ ദൈവത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും ഹല്ലേലൂയ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കും വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയതെല്ലാം അത്ഭുതകരമായിട്ടാണ്. എത്രയോ ശ്രേഷ്ഠകരമാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പകൽ സമയങ്ങൾ നമുക്ക് ദൈവം ഇരുന്ന് അനേക വിഷയങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഒത്തിരി പ്രേയേഴ്സ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അസാധ്യമെന്ന് തോന്നിയ ഒരുപാട് കാര്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ മറുപടിയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വൈകിയ സമയം എനിക്ക് ലഭിച്ചൊരു കോള് 4 പ്രാവശ്യം ഫ്ലാബ് എക്സാം എഴുതിയ ഒരു കുഞ്ഞ് ഹല്ലേലൂയ കഴിഞ്ഞ 3 പ്രാവശ്യം ഫെയിൽ ആയിപ്പോയി. സാധ്യത ഇല്ലെന്നൊക്കെ ചിന്തിച്ചതാ. പക്ഷേ ഹല്ലേലൂയ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. എക്സാം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാസ്സാകാൻ ഇവിടെയായിട്ടുള്ളൂ. ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം പ്രാപ്ത കേൾക്ക ദൈവമാണ്. ഹല്ലേലൂയ. പ്രാപ്ത കേൾക്കുന്നതിനുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു വാക്ക് പ്രാർത്ഥന ഹല്ലേലൂയ ഞാൻ വായിച്ചുകൊണ്ട് ഹല്ലേലൂയ അതേ തിരുവന ശുശ്രൂഷയിലേക്ക് ഞാൻ സമയമിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിത ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന് എല്ലാം നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ അഹമയുള്ള മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഗീതം വായിക്കും ഇങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ അതാ നമ്മുടെ ഹല്ലേലൂയ ആവശ്യമായിരിക്കേണ്ടത്. നിങ്ങളുടെ അകമയുള്ള മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ക്രിസ്തു നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു അകത്തുള്ളവർക്ക് പറയാൻ കഴിയുന്ന ഒരു നല്ല വാക്കാണ്. ഹല്ലേലൂയ. കൊലോസ്യർ 1:27 വായിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അത് ധൈര്യത്തോടെ പറയണം. എന്റെ അകത്ത് ക്രിസ്തു ഉള്ളത് കൊണ്ടും ഞാൻ കർത്താവുള്ളവനായതുകൊണ്ടും ഹല്ലേലൂയ ഞാൻ ധൈര്യമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളുടെ പ്രാപ്തങ്ങൾക്ക് സ്നേഹത്തിനെല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്ന നിമിഷങ്ങൾ ദൈവ സമയമാണല്ലോ. നമ്മുടെ ക്ഷണപ്രകാരം ദാസൻ പ്രിയ ബിനോയ് കൊല്ലം നമ്മുടെ മധ്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന കർദാസനാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പട്ടണത്തിൽ ഹല്ലേലൂയ അതേ പ്രാർത്ഥിപ്പാനൊക്കെ സമയങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒത്തിരി സമയങ്ങൾ മണിക്കൂറുകൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ ഒരു പൊതുവേദി ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഏറെ ബഹുമാനത്തോടെ താഴ്മയോടെ പ്രാർത്ഥനയോടെ കർത്തൃത്വത്തിനെ ഞാൻ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുകയാണ്. തുടർ നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി സമയം വേർതിരിക്കുന്നു. പ്രാർത്ഥന ദിവസമായിരിക്കാം. കർത്താവിന്റെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അഡ്മിറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം ക്ലിയർ അല്ല. ഓക്കെ ആണോ? ജോൺസൺ ഭാഷ ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചും കൂടെ വോളിയം തരണം. കുറച്ചും കൂടെ വോളിയം. ഓക്കെ. ഇപ്പോൾ ഓക്കെ ആണോ? കുറച്ചുകൂടെ ലഭിച്ചാൽ നല്ലതായിരിക്കും വോളിയം. യേശുവേ, കർത്താവിൻ്റെ ധന്യമാകുന്ന തിരുനാമം ഈ നല്ല രാത്രിവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഈ സൂമിൻ്റെ പ്ലാറ്റ്ഫോമിൽ
ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല സമയത്ത് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവിൻ്റെ അഭിഷക്തൻ ജോൺസൺ പാസ്റ്റർ ആൻറ്റി, കുഞ്ഞുങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള പ്രത്യേകമായുള്ള വന്ദനത്തെ ചൊല്ലുന്നു. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് നൽകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ചില വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് കർത്താവിൻ്റെ അഭിഷക്തൻ ജോൺസൺ പാസ്റ്ററുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഒന്ന് കൂടാൻ കർത്താവ് സഹായിച്ചത്. അതൊരു ഗ്ലോറി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നു. ആമേൻ. കാര്യം നമ്മളെല്ലാവരും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആമേൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ആമേൻ മൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സീസണിലാണല്ലോ. ആമേൻ. പാസ്റ്റർ അല്പം കൂടെ വോളിയം തന്നാൽ നന്നായിരുന്നു. കിട്ടുമോ? ഓക്കെ. ആമേൻ. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ രാത്രിയിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ അഭിഷക്തൻ നൽകിയിരിക്കുന്ന തീം തന്നെ റിവൈവൽ എന്നുള്ള ഒരു തീമിനാണ് കർത്താവിൻ്റെ അഭിഷക്തി ഈ മീറ്റിങ്ങിനകത്ത് വെച്ചേക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. റിവൈവലുകളാക്കി നമ്മളെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ആമേൻ ബോംബെയുടെ പട്ടണത്തിനകത്ത് ആമേൻ ആ ന്യൂ ബോംബെയിലെല്ലാം വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാകുവാൻ കർത്താവിൻ്റെ അഭിഷക്തനെയും ആമേൻ കുടുംബത്തെയും അത് ആമേൻ സഭയെയും നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ആത്മാവുമായി നമുക്ക് ഒരുമിച്ച് ഒന്ന് കണക്റ്റായി നമുക്ക് ഹൃദയങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ രാത്രിയിൽ ഈ സൂമിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ജോയിൻ ആയിരിക്കുമ്പോൾ ആമേൻ വെറുതെ കയറി ഒരു സമയം തീർക്കുക എന്നുള്ളതല്ല. കർത്താവിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ, കർത്താവിൽ നിന്ന് പുതിയത് അനുഭവിക്കുവാൻ, കർത്താവെ ഈ ദിവസങ്ങളിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊന്നായിരിക്കാം. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി ഫാദർ. ഇന്ന് രാത്രിയിൽ എത്ര പേർ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി? ഈ ആണ്ട് നമ്മളെ വിട്ട് കടന്നു പോകുവാൻ ഇനി 10-12 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ഒരാണ്ടും ഈ ജാനുവരി മാസം മുതൽ ഈ 18-ാം തീയതി വരെ നമ്മളെ നടത്തിയ ആ യേശുവിനെ ഒന്ന് ഓർക്കാൻ, നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെയോ നമ്മൾ ജീവിക്കുന്ന ഫെസിലിറ്റിക്കകത്തുകൊണ്ടൊന്നുമല്ല നമ്മൾ ഇന്ന് വരെ ആയത്. ദൈവം നമ്മളെ കരുതിയതെന്ന് പറയാൻ എത്ര പേര് തന്നെ ആമയും പറയാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, എത്രയോ പേര് നമ്മളെക്കാളും നല്ല സിസ്റ്റത്തിൽ, സെക്യൂരിറ്റിയിൽ, നല്ല ഫുഡും കഴിച്ച് ജീവിച്ചവർ പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? അവർ പലരും ഇന്നെത്തിയില്ലല്ലോ. ഈ ആണ്ടിൽ എത്ര പേർ നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മൾ പോകേണ്ടതായിരുന്നല്ലേ? പക്ഷേ ദൈവം നമ്മളെ മറച്ച്, ദൈവം നമ്മളെ പരിപാലിച്ച്, ദൈവം നമ്മളെ നിർത്തുമ്പോൾ ഹൃദയം ഒന്ന് തുറന്ന് ദൈവത്തോടൊന്ന് നന്ദി പറ. അപ്പാ, അങ്ങനെ ഞങ്ങളെ നിർത്തിയ കൃപയ്ക്കായി നന്ദി അപ്പായേ, നന്ദി അപ്പായേ. ഹൃദയങ്ങളെയൊക്കെ ഒന്ന് തുറന്ന് നമുക്ക് ആത്മാവായിട്ടൊന്ന് കണക്റ്റ് ആകാം. പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്കൊന്നും കൂടെ ഒന്ന് കണക്റ്റ് ആകാം. ആമേ. ഹൃദയങ്ങളെല്ലാം പരിശുദ്ധാത്മാവായി കർത്താവേ, ഈ രാത്രിയിൽ അങ്ങ് എൻ്റെ മേലൊന്ന് പ്രവർത്തിക്കണേ. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങ് എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണേ എന്ന് നമുക്ക് ഹൃദയങ്ങളൊന്ന് തുറന്ന് സ്തുതി ചെയ്യും മനമേ, നിത്യവും നാദനേശുവേ സ്തുതി ചെയ്യും മനമേ, നിത്യവും ജീ
സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി സ്തുതി മനമേ നിത്യവും ജീവദാതനേശുവേ സ്തുതി മനമേ നിത്യവും ജീവദാതനേശുവേ ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാരിനി. ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലമായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ഞങ്ങളെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവേ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വലിയ ഒരു സാന്നിധ്യം അവിടെ നയിക്കപ്പെടണമേ. ഏതെങ്കിലും ആവശ്യങ്ങളുടെ മുമ്പിൽ, വിഷയങ്ങളുടെ മുമ്പിൽ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, അവരെല്ലാം കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവിടുന്ന് വിടുതൽ അയക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ചലിക്കണമേ. ആത്മാവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയത് ചെയ്താട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരും ഒരുക്കിക്കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അതിനാ നന്ദി പറയുന്നു. ഞാൻ ഒരു അനുഭവത്തെ കോർത്തുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസം 13-ാം തീയതി സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിനകത്തുണ്ടായ ഭയങ്കര ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ദൂത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നിലയിൽ ഒരാഴ്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് നടക്കുന്ന സമയത്ത് സഭയോട് പറയാനായിട്ടൊരു ദൂത് കർത്താവ് തരുമായിരുന്നു. സഭയോട് ഒരു ദൂത് തരും. സാധാരണ നിലയിൽ ഒരാഴ്ചക്കകത്ത് എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭയോട് സംസാരിക്കാൻ, ജനത്തോട് സംസാരിക്കാനായിട്ടൊരു ദൈവശബ്ദം തരും. എന്നാൽ ഒരാഴ്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോഴൊന്നും എനിക്കൊരു ദൈവശബ്ദം അല്ലെങ്കിൽ അതുമായി ഒരാഴ്ചത്തേക്ക് ആ ആഴ്ച കൊടുക്കാനുള്ളൊരു ദൂത് കിട്ടിയില്ല. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, എൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ഒരു അഭിഷക്തൻ എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഈ ആഴ്ചയിലെ ദൂത് എന്തുവാ? നമ്മുടെ പോസ്റ്റുകളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഈ ആഴ്ച പ്രത്യേകിച്ച് ഒരു ദൂത് ഇതിലായിട്ട് കർത്താവ് നൽകിയിട്ടില്ല. ദിവസങ്ങൾ ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നു, ഞായറാഴ്ച രാവിലെ പ്രാർത്ഥിക്കുന്നു, ഒന്നും ഒരു ദൂതും കിട്ടിയില്ല. ഞായറാഴ്ച രാവിലെ വരുന്ന വഴിക്ക്, ചർച്ചിലോട്ട് വരുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു, ഒന്നും കിട്ടിയില്ല. വന്ന് ഓഫീസിൽ കയറി ഇരിക്കുമ്പോഴൊക്കെ ഒരു ദൂതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓഫീസിൽ വെച്ചുകൊണ്ട് ദൈവം ഒറ്റൊരു വാക്ക് തന്നു. ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളൊരു വാക്ക് മാത്രം, ദൈവശക്തി എന്നൊരു വാക്ക് മാത്രം.
ആ ദൈവശക്തിയുടെ വാക്കിനെ ചിന്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വർഷിപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ടീം അവർ വർഷിപ്പൊക്കെ നടക്കുവാണ്. പക്ഷെ വർഷിപ്പൊക്കെ നടക്കുമ്പോഴും ഒരു അന്തരീക്ഷം തുറന്നു വരുന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ട് ദൈവദാസനോട് ഞാൻ ചോദിച്ചു, ദൈവാസ ആമേൻ എന്താ പറ്റുന്നത്, നമുക്കൊരു തലം തുറക്കുന്നില്ലല്ലോ. അപ്പം പാസ്റ്റർ പറഞ്ഞു, അറിയത്തില്ല പാസ്റ്റർ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്കൊരു ഫ്യൂണറിനും കൂടെ പോകണം. ചർച്ചിനകത്ത് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുന്നമേ ഞാൻ പറഞ്ഞു 11:30 ആകുമ്പോൾ സഭായോഗം തീരും. 11:30 ആകുമ്പോൾ സഭായോഗം തീരുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്യൂണറിനും കൂടെ പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജിലേക്ക് ഞാൻ കയറി. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആത്മാവിൽ കണക്റ്റായി ഞങ്ങളിങ്ങനെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവശക്തി എന്നൊരു ഭാഗം, ഒരു അകത്തൊരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് അകത്ത് കിട്ടിയേക്കുന്നത്. ആ ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് 2 കാര്യങ്ങൾ പറഞ്ഞു. വചനത്തിൻ്റെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയും. ഇത് രണ്ടിനെ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആമേൻ ചർച്ചിനകത്ത് സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. എല്ലാവരും ശാന്തമായിട്ട് ആ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ശാന്തമായിട്ട് പ്രസംഗിക്കുന്ന കാര്യം അടുത്ത ഒരു തലം എന്താ കർത്താവ് തന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ഒരു ദൂത് ഒരു മെസ്സേജായിട്ട് പറയാൻ പറ്റും, പക്ഷേ ഒരു ദൂതിനകത്ത് കയറാൻ പറ്റുന്നില്ല. പക്ഷെ വചനത്തിൻ്റെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു 10:45 സമയത്ത് ആമേൻ പെട്ടെന്ന് ചർച്ചിൻ്റെ ഹോളിനകത്തേക്ക് ഭയങ്കര ഒരു അന്തരീക്ഷം ചേഞ്ചായി. അന്തരീക്ഷം ചേഞ്ച് ആകുക മാത്രമല്ല, ഒരു ആത്മതലം ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത പോലെ ഒരു ദൈവപ്രവർത്തിയുടെ സാന്നിധ്യം ശക്തമായിട്ട് ചർച്ചിനകത്തോട്ട് ഇറങ്ങി ആമേൻ. പെട്ടെന്ന് കാണാം പ്രായമുള്ളവർ ഉൾപ്പെടെ ഉള്ളവർ കരയാനായി തുടങ്ങി. ചിലരുടെ ശരീരത്തിനകത്ത് എന്തോ ശക്തി വന്ന് അടിക്കുന്നത് പോലെ ഫീലായി. ചിലര് ശരീരത്തിൽ കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് ഉണ്ടായി. ചിലര് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരയാനായി തുടങ്ങി. മാനുഷികമായിട്ടുള്ള കരച്ചിലല്ല, ഒരാത്മതലവുമായി കണക്റ്റായിക്കൊണ്ട് കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി. ആ കരച്ചില് പിടിച്ചു നിർത്താൻ പറ്റാത്തതായി. ഞങ്ങൾ 2 പേരും കൈകെട്ടി നോക്കി നിൽക്കുക, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ ആരാധന പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമായിരുന്നു. ഞാൻ പറയാം, 11:30 സഭായോഗം തീരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് 11:30 12:30 1:30 2:30 3:30 4:30 ചർച്ചിലെ സഭായോഗം നിർത്താൻ പറ്റുന്നില്ല. അന്തരീക്ഷം ഭയങ്കരമായിട്ട് തിരിഞ്ഞു. ഒരാത്മതലം ഭയങ്കരമായിട്ട് അവിടെ അങ്ങ് തുറന്ന് പലരും അന്യഭാഷകൾ പ്രാപിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്ന ചർച്ച് എന്ന് പറയുന്നത് പെന്തക്കോസ്തിൻ്റെയോ ക്രിസ്ത്യാനിറ്റികളുടെയോ നിറവിനകത്ത് നിൽക്കുന്ന ചർച്ചല്ല. ഞങ്ങളുടെ ചർച്ചിനകത്ത് ക്രിസ്ത്യാനികളായിട്ടെന്ന് പറയുന്നത് 3 ഫാമിലിയേ ഉള്ളൂ. അത് CSA ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് വിശ്വാസത്തിൽ വന്ന 3 ഫാമിലിയേ ഉള്ളൂ. ബാക്കി 99.9% ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ് ചർച്ചിനകത്തുള്ളത്. അവരെല്ലാവരും പുതിയ വിശ്വാസികളാണ്. അവർക്ക് ഈ ശക്തിയെക്കുറിച്ചൊന്നും അങ്ങനെ അറിയത്തില്ല. നമുക്കൊക്കെ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ മേഖലയൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ അത് അവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ ആത്മാവായിട്ട് അവർക്ക് കണക്റ്റായപ്പോൾ അവരെ കർത്താവ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പലരും അന്യഭാഷ പ്രാപിച്ചവർ പ്രവചിക്കാൻ തുടങ്ങി. ഒരാത്മാവിൻ്റെ തലം ഭയങ്കരമായിട്ട് തുറക്കുന്നതായിട്ട് കാണാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ മീറ്റിങ്ങിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് തിങ്കളാഴ്ചയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാം. തിങ്കളാഴ്ച ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഗ്രൂപ്പിലൊരു മെസ്സേജ് കൊടുത്തു. പക്ഷെ ചർച്ചിനകത്ത് നിറച്ച ആളുകൾ കടന്നു വന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസം 10:45 കഴിഞ്ഞ ഞായറാഴ്ച
എപ്പോൾ 10:45 കർത്താവിൻ്റെ എൻകൗണ്ടർ ഉണ്ടായോ അതേപോലെ പിറ്റേ ദിവസവും 10:45 കർത്താവിൻ്റെ എൻകൗണ്ടർ ഉണ്ടായി. ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ പോയി, ദിവസങ്ങളിലേക്ക് അത് പോയി. ആമേൻ. ആ സമയത്ത് കർത്താവിൻ്റെ എൻകൗണ്ടർ ഉണ്ടായ സമയത്ത് ഈ വർക്കലയുടെ മേൽ കടന്നക്കുന്ന ഭയങ്കര ഒരു സ്പിരിറ്റ് ലൈവായിട്ട് അടിച്ച് തകർന്നു പോയത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആമേൻ പറയണേ. നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ ദൂതിനകത്ത് കയറി നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്ന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരീക്ഷങ്ങളെ ഏറ്റെടുത്താൽ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. പറയട്ടെ, ഒരാഴ്ചയ്ക്ക് മുകളിലായി കണ്ടിന്യൂവായ ആ പ്രയറിന്റെ തലങ്ങൾ ചലിക്കപ്പെട്ടു. ആമേ. വിവിധ സ്ഥലങ്ങളിലുള്ളവർ ഈ മീറ്റിങ്ങിനകത്ത് കയറി വന്നു. അവരുടെ എല്ലാം ലൈഫിനകത്ത് ഭയങ്കര തിരിവുണ്ടായി. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിനകത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒറ്റൊരു ദൂത് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കാൻ നമ്മൾ തുടങ്ങുക. പരിശുദ്ധാത്മാവിൽ മൂവ് ആകാൻ നമ്മൾ തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും കർത്താവേ, എൻ്റെ സാമ്പത്തിക വിഷയത്തിൻ്റെ വിടുതൽ, എൻ്റെ വീട്ടിലെ ലോണിൻ്റെ വിഷയം, എൻ്റെ കടബാധ്യത വിഷയം, എൻ്റെ മക്കളുടെ വിഷയം, എൻ്റെ ജോലി വിഷയം, എൻ്റെ എന്ന് വെച്ച നാം എല്ലാം ഈ ഭൂമിക്കകത്ത് നിന്ന് നേടുന്ന ഭൗതികമാകുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നേ. ഹലോ, നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മൾ അതല്ലേ പ്രാർത്ഥിക്കുന്നേ? നമ്മുടെ പ്രത്യേകമായ ഒരു വാസ പ്രാർത്ഥന നമ്മൾ അതല്ലേ പ്രാർത്ഥിക്കുന്നേ? പക്ഷേ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളായി നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറത്തു വാ. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധത്തിനകത്തേക്ക് നാം സഞ്ചരിക്കപ്പെടുവാൻ, ഒരു ആത്മതലത്തിനകത്തേക്ക് നാം മൂവാകാൻ തുടങ്ങണം. ആമേൻ. കർത്താവ് നമ്മുടെ ഈ ലോകത്തിനകത്ത് നഷ്ടപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിനകത്തുള്ള അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള ഒരു അഭിഷേകത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തുടങ്ങാമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ചേഞ്ചസുകൾ ഉണ്ടാകും. ഞാൻ പറയാം, ഓൾറെഡി ദൈവം നമുക്ക് തരേണ്ട നന്മകൾ ഇൻബിൽട്ടായിട്ട് ദൈവം തന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു മാത്രം വാങ്ങിച്ചവരല്ല, ചോദിക്കാത്തതാ കൂടുതൽ ദൈവം നമുക്ക് തന്നേക്കുന്നേ. ചോദിച്ചതിനേക്കാൾ അപ്പുറമാ ചോദിക്കാത്തതല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിന് നല്ലവണ്ണം അറിയാം. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മുടെ ഈ ലോകത്തിനകത്തുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നേ. പക്ഷേ ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നമ്മൾ എന്താ പ്രവചന ദൂത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാ? നല്ല കാര്യം. പ്രവചന ദൂതിന്റെ വെളിപ്പാട് വേറൊരു ദൂതാണ് എങ്കിൽ അത് തൊടുന്നില്ല. പക്ഷേ ഞാൻ പറയാം, പ്രവചനം കേൾക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ പ്രവചനം നമ്മൾ കേൾക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന എന്തുവാ? കർത്താവ് അടുത്ത 2025 എനിക്ക് അടുത്ത ഫ്ലാറ്റ് വാങ്ങാൻ പറ്റുമോ? അടുത്ത 2025 അടുത്ത സമ്പാദ്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അടുത്തൊരു ഭൗതിക നേട്ടം എനിക്ക് ഉണ്ടാകുമോ? ഇതാണ് നമ്മുടെ അകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നേ. അല്ല, 2025 ഈ അഭിഷേകത്തിന് ഇട്ടേക്കുന്ന തീം പോലെ കർത്താവെ, ഉണർവിനായി എന്നെ ഒന്ന് ഉപയോഗിക്കണം, ദൈവരാജ്യത്തിനായി എന്നെ ഒന്ന് ഉപയോഗിക്കണം, ദൈവപ്രവർത്തിക്കായി എന്നെ ഒന്ന് ഉപയോഗിക്കണം, അതിനുവേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ റെഡിയാണ്? അപ്പോ ഈ തലത്തിലകത്തേക്ക് നമുക്ക് കയറി വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധം. പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് വരുമ്പോൾ ഞാൻ പറയാം, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കുന്ന സമയം, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ കടന്നു പോകുന്നു.
പക്ഷേ പോയതുപോലെ ഞാൻ തിരികെ വരും, പോയതുപോലെ ഞാൻ തിരികെ വരും. പക്ഷെ ഒറ്റൊരു കാര്യമുണ്ട്, ഞാൻ പോയ ഗ്യാപ്പിനകത്ത് വേറൊരാൾ വരും, വേറൊരാൾ വരും. മറ്റാരുമല്ല, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. ഞാൻ പോയ ആ പോകുന്ന ഗ്യാപ്പിനകത്ത് വരുന്നത് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ യേശുവിന്റെ കൂടെ നടന്ന 10,000 പേരൊന്നും സ്വീകരിച്ചില്ല. ഈ ദൂതിനെ യേശുവിന്റെ കൂടെ അപ്പം തിന്നവരാരും സ്വീകരിച്ചില്ല. ഈ ദൂതനെ യേശുവിന്റെ കൂടെ വിടുതൽ നടന്നവരാരും സ്വീകരിച്ചില്ല. ഈ ദൂതനെ സ്വീകരിച്ചത് വെറും 120 പേർ മാത്രമാണ്. ഈ ദൂതനെ സ്വീകരിച്ചത്. രാമയം പറയാമോ? 120 പേർ മാത്രമാണ് ഈ ദൂതനെ സ്വീകരിച്ചത്. 120 പേർ എന്ത് ചെയ്തു? ഈ ദൂതനെ അങ്ങ് കയറി പിടിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരങ്ങ് തയ്യാറായി. അവര് തയ്യാറായിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു മർക്കോസിന്റെ മാളിക മുറിക്കകത്തേക്ക് അവർ ഒരുമിച്ച് കൂടി. ആ വചനഭാഗം ഒന്ന് വായിച്ചേ. എങ്ങനെയാ വരുന്നത്? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരു സ്ഥലത്ത് എല്ലാവരും എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി. എന്താ പറയാ? എല്ലാവരും എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂടി. അവർ ഒരുമിച്ച് കൂടി. ആ നോക്കിക്കേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേർ ഒരുമിച്ച് കൂടി. 120 പേരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. 120 സ്വഭാവങ്ങളാണ്. ഇതിനകത്തുള്ള 19 പേര് ഈ ഡിവേഴ്സിനകത്തുണ്ട്. ഈ ഡിവേഴ്സിലുള്ള എല്ലാവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. എല്ലാവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. പക്ഷേ ഒരു ദൂതിനകത്തേക്ക് അവർ കേറിയപ്പോൾ, യേശു പറഞ്ഞ വാക്കിനെ അവർ സ്വീകരിച്ചപ്പോൾ, അതിനകത്ത് 120 അഭിപ്രായമല്ല അവർ കൊണ്ടുവന്ന്, അവർ ഒരുമിച്ച് നിന്ന് ഒരുപോലെ ആ വാക്കിനെ കയറി അങ്ങ് പിടിച്ചു. നല്ല രാമയം പറയണം. ഒരുമിച്ച് 120 പേർ ഒരുമിച്ച് കയറി അങ്ങ് നിന്ന്. 120 പേർ അവരുടെ ലൈഫിൽ അവർക്ക് പറയാനായിട്ടുണ്ട്. ഇത് യേശു പറഞ്ഞ വാക്ക്. ആമേ. ഒരുമിച്ച് അവിടെ നിന്നപ്പോൾ 1-ാം ദിവസം ഒന്നും കണ്ടില്ല, 2-ാം ദിവസം ഒന്നും കണ്ടില്ല, 5-ാം ദിവസം ഒന്നും കണ്ടില്ല. ആമേ. അപ്പൊ ഒരു കൂട്ടർ പറയുക, വെറുതെയാ നിൽക്കുന്നത്, നമുക്ക് പോകാനൊന്നും അവർ പറഞ്ഞില്ല. അവർ കേട്ട ദൂതിനകത്ത് ഐക്യതയോടെ കയറി നിന്നു. ഐക്യതയോടെ കയറി നിന്നപ്പോൾ ആമേൻ, ആമേൻ, 10-ാമത്തെ ദിവസം വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനകത്ത് എൻട്രായി. ആമേൻ പറയണം. 120 പേർ ഒരുമിച്ച് നിന്നപ്പോൾ എന്തുണ്ടായി? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എൻട്രായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഐക്യത ഉള്ളിടത്തെ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. നിന്റെ വീട്ടിനകത്ത് ഐക്യതയുണ്ടോ, ദൈവപ്രവൃത്തി ഉണ്ടാകും. ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യതയുണ്ടോ, വാറ്റത്തം ദൂത് കേൾക്കുന്നകത്തല്ല കാര്യം. ആ ദൂത് നടക്കണമെങ്കിൽ അത് നടക്കേണ്ട സ്ഥലത്ത് ഐക്യത ഉണ്ടാകണം. ആമേൻ, 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 ആമേൻ. സഭയ്ക്കകത്തൊരു ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടണമോ, സഭയ്ക്കകത്തുള്ളവർ ഒരുമിച്ച് ഐക്യത ഉള്ളവരാകണം. സഭയ്ക്കകത്ത് ഒത്തിരി വാറ്റത്തം കിടപ്പുണ്ട്. സഭയ്ക്കകത്ത് ഒത്തിരി നിയോഗത്തിന്റെ ദൂതുകൾ കിടപ്പുണ്ട്. ആ ദൂതുകൾ കേട്ടുപോയാൽ കാര്യം നടക്കത്തില്ല. പിന്നെയോ അതിനകത്ത് ആ ദൂതനെ പിടിച്ച് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ, ആ ദൂതനെ സ്നേഹിച്ച് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ അകത്ത് അസാധാരണ ദൈവപ്രവൃത്തി നടക്കും. എത്ര പേർ ഒരുമിച്ച് അതിന് പ്രാർത്ഥിക്കാൻ റെഡിയാണ്? ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഒന്ന് സ്വീകരിക്കാൻ റെഡിയാക്കുക. കർത്താവേ, അങ്ങനെ ഒരു ദൂതനെ ഒന്ന് സ്വീകരിക്കാനുള്ള മനോഭാവം നമ്മുടെ മേൽ വരട്ടെ. ഞാൻ പറയാം,
ഈ തിരുവചനത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണാൽ ചാകണം, ചത്തില്ല എങ്കിൽ അതെന്ത് ചെയ്യും? തനിയേ ഇരിക്കും. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറയാം. ഗോതമ്പ് മണിയെ കയ്യിലോട്ടൊന്ന് എടുക്കാം. ഗോതമ്പ് മണി, എൻ്റെ ഉദാഹരണത്തിൽ ഗോതമ്പ് മണിയാണേ. ഗോതമ്പ് മണിയെ കയ്യിലോട്ട് എടുത്തിട്ട് ആ കൈക്കകത്ത് നിൽക്കുന്ന ഗോതമ്പ് മണിയെ നോക്കിയിട്ട് ദൂത് പറയുക, ഗോതമ്പ് മണി, നിന്നിലൂടെ ഒത്തിരി വിത്ത് നിന്നെ വിതയ്ക്കും, നീ എന്നിട്ട് വളരും, നീ കിളിർക്കും. നീ കിളിർക്കുക മാത്രമല്ല, നീ വളർന്ന് നിന്റെ അകത്തു നിന്ന് ഒത്തിരി ഗോതമ്പ് മണികൾ പുറത്തു വരും. ആമേൻ. ഒത്തിരി പുറത്തു വരും. ആ പുറത്തു വരുന്ന ഗോതമ്പ് മണിയാകുന്ന നിന്നെ കൊയ്യുക മാത്രമല്ല, നിന്നിൽ നിന്ന് ഒത്തിരി പ്രൊഡക്റ്റുകൾ പുറത്തു വരും. ആ പ്രൊഡക്റ്റുകൾ മൊത്തവും ലോകരാജ്യങ്ങളിലെത്തും. ഇങ്ങനെയുള്ള ഒത്തിരി ദൂത് ഗോതമ്പ് മണിയോട് കൊടുത്തു എന്ന് കരുതുക. പക്ഷേ ദൂത് കേട്ട് ശരിയാ, പക്ഷെ ആ ദൂത് നടക്കണമെങ്കിൽ ആ ഗോതമ്പ് മണി ചത്തേ പറ്റൂ. ദൂതിന്റെ അല്ല വിഷയം. ഗോതമ്പ് മണി, നീ റെഡിയാകണം. നീ റെഡിയായാൽ നിന്നിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്. നിന്റെ വീട്ടിനകത്ത് ചിലത് റെഡിയാകാൻ തുടങ്ങിയാൽ, വീട്ടിനകത്ത് ചില മേഖലയ്ക്കകത്ത് ഒരു ഐക്യത വെളിപ്പെടാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, സഭയ്ക്കകത്ത് അഭിപ്രായം പറയാം. പക്ഷെ നിങ്ങളുടെ അഭിപ്രായത്തിൽ വരുമ്പോൾ, അതിന്റെ ഫൈനലായിട്ട് വരുമ്പോൾ, രണ്ട് പക്ഷമായിട്ടല്ല വരണ്ടേ, അത് ഏകപക്ഷമായി വരണം. ഒരുപോലെ അത് വരണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് ആ വിഷയത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. സ്തോത്രം പറയണേ. കാരണം ഭിന്നത ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ഭിന്നത, എന്നെ ശ്രദ്ധിക്കുന്നവർ ആത്മാവിൽ ഓർക്കുക, ഭിന്നത ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. പിന്നെയോ ഭിന്നത പിശാചിനിൽ നിന്ന് വരുമ്പോൾ ഐക്യത ദൈവത്തിൽ നിന്ന് വരുന്നു. സ്തോത്രം. എവിടെ ഭിന്നതയുണ്ടോ അവിടെ ആത്മാവിന്റെ തലം പ്രവർത്തിക്കത്തില്ല. ജഡത്തി പാട്ട് പാടിയാൽ ആത്മതലം ഇറങ്ങത്തില്ല. ജഡത്തിനകത്ത് കൈകൊട്ടിന്നും പറഞ്ഞ് കൃപ വെളിപ്പെടണമെന്നില്ല. കാരണം ഭിന്നത ഇരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിന് ഇറങ്ങാൻ പറ്റത്തില്ല. എൻ്റെ കൂടെയുണ്ടോ? നിങ്ങൾ ഏത് സാഹചര്യമാകട്ടെ, നിങ്ങൾ ഏത് മേഖലയാകട്ടെ, നിങ്ങളുടെ ഐക്യത എവിടെയുണ്ടോ ഒരേ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. എൻ്റെ കൂടെ ഒരു ആമേൻ പറയണേ. എന്റെ കൂടെ ഒരു ആമേൻ പറയണേ. ശാബാത്തല്ല, ഇന്ന് രാത്രിയിൽ ഈ ദൂതിനൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വീടിനകത്തേക്ക് തന്നെ ഒരു ആത്മതലങ്ങൾ ചലിക്കപ്പെടണം. ഒരു പരിശുദ്ധാത്മാവട്ടൊരു ബന്ധത്തിനകത്തേക്ക് ഈ ഡിവൈസിൽ ഉള്ളവർ ആമേന എത്തപ്പെടണം. ഈ ഡിവൈസിനകത്തുള്ളവരുടെ ലൈഫിൽ പരിശുദ്ധാത്മാവട്ടുള്ള ഒരു കണക്ടിവിറ്റി തുറന്നു വരട്ടെ. യേശുവേ വരാം. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ കാരണമായത് എന്താ? 120 പേരുടെ ഐക്യത. 120 പേർ ഐക്യതപ്പെട്ടപ്പോൾ മാളിക മുറിക്കകത്ത് ഉണർവിന്റെ മേഖല ഓപ്പണായി. ആമേൻ. തീ അവിടെ ഇറങ്ങി. അവിടെ പറയുന്നു, അഗ്നിനാവുകൾ അവിടെ പ്രത്യക്ഷമായി. അവർ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മശക്തി തുറന്നു. ഐക്യതക്കകത്ത് കയറി നിന്നപ്പോൾ ഉണർവിന്റെ മേഖല അതിനകത്ത് ഓപ്പണായി. അകത്തുള്ള ഗ്ലോറി വെളിപ്പെട്ടപ്പോൾ അത് ദേശത്തെ തൊട്ടു. ദേശത്തെ തൊട്ടപ്പോൾ ആയിരക്കണക്കിന് പേർ മാളിക മുറിക്ക് ചുറ്റും ഓടിക്കൂടി. കണ്ടോ? അപ്പോൾ അതിന്റെ തീം എന്ന് പറയുന്നത് ഐക്യതക്കകത്ത് പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യാൻ തയ്യാറായി. ഇനി ഞാൻ ആ ദൂതനെ ഒന്നും കൂടെ ഒന്ന് തെളിയിക്കാം. ഇനി ആ ദൂതന്റെ മറ്റൊരു പ്രത്യേകത, അവർ അതിനകത്ത് കണ്ടത്, ഈ ജനം ഓടിക്കൂടിയ സമയത്ത് അവരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നെന്ന്. ആരാ പറയുന്നേ? പത്രോസ് എഴുന്നേറ്റ് നിന്നു. ആ ദൂതൊന്ന് നോക്കിക്കേ.
120 പേരുടെ അകത്തൊരു ദൈവപ്രവൃത്തി ഇറങ്ങിയപ്പോൾ അവരുടെ നടുവിൽ ആരിറങ്ങി? പത്രോസ് എഴുന്നേറ്റ് നിന്നല്ലേ. ഈ പത്രോസേ, എൻ്റെ കൂടെ നിന്ന് ശ്രദ്ധിക്കണേ ആ വാക്കുകളെ. നമ്മളൊരു പരിശുദ്ധാത്മാവിൻ്റെ തലങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഈ ദൂത് ഇന്ന് രാത്രി പറയുന്നത്. ആമേൻ. ഈ പത്രോസ് എഴുന്നേറ്റ് നിന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്നെന്ന്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് വചനം പറയാൻ തുടങ്ങിയെന്ന്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൂത് പറയേ. പത്രോസ്, നിനക്കെങ്ങനെ പത്രോസ് ഇവിടെ കയറി ഈ സ്റ്റേജിനകത്ത് കയറി പ്രസംഗിക്കാൻ പറ്റുന്നേ? ഹലോ, എന്റെ കൂടെ ഉണ്ടോ? പത്രോസ്, നിനക്ക് ഇവിടെ കയറി പ്രസംഗിക്കേണ്ട വേറെ ആരുമല്ല. ഇവിടെ പ്രസംഗിക്കേണ്ടത് യോഹന്നാനല്ലേ? ഇവിടെ പ്രസംഗിക്കേണ്ടത് ലൂക്കോസ് അല്ലേ? ഇവിടെ പ്രസംഗിക്കേണ്ടത് മത്തായി അല്ലേ? എന്താ ഭാഷ അങ്ങനെ ചോദിക്കാൻ? ആമേൻ. യോഹന്നാൻ യേശുവിന്റെ കൂടെ നടന്ന കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. മത്തായി യേശുവിനെതിരെ പറഞ്ഞില്ലല്ലോ. പക്ഷെ പത്രോസേ, കഴിഞ്ഞ ആഴ്ച നിന്റെ ലൈഫ് എന്തുവാ? കഴിഞ്ഞ ആഴ്ചത്തെ നിന്റെ അനുഭവം എന്തുവാ? പത്രോസിന്റെ അനുഭവം കഴിഞ്ഞ ആഴ്ച നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ചോദിച്ചു, നിനക്ക് യേശുവിനെ അറിയാമോ? ചോദിച്ചവരോടെല്ലാം പറഞ്ഞു, എനിക്കറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ തകർന്നു പോയ, ആമേൻ, ആത്മതലത്തിൽ തകർന്നു പോയ ഒരുത്തനാണ് പത്രോസ്. ആ പത്രോസ് ഉണർവിന്റെ തലം വന്നപ്പോൾ ആദ്യത്തെ വേദി കയറി പ്രസംഗിക്കുക. അതിനകത്ത് യോഹന്നാന് വേണമെങ്കിൽ പറയാം. യോഹന്നാന് പറയാം, പത്രോസ്, നീ അവിടെ ഇരിക്ക്. ഇന്നലത്തെ ഹിസ്റ്ററി എനിക്കറിയാം, അതുകൊണ്ട് നീ അല്ല പ്രസംഗിക്കണ്ടേ, ഞാനാന്നും പറഞ്ഞു ഈ പത്രോസിനെ പിടിച്ച് യോഹന്നാൻ ഇരുത്തിയില്ല. യോഹന്നാനോട് എനിക്ക് ചോദിക്കുക, അല്ല യോഹന്നാനെ, നീ എന്താ പത്രോസിനെ പിടിച്ചിരുത്താഞ്ഞേ? യോഹന്നാൻ പറയും, ഞങ്ങളുടെ വിഷയം ഇന്നലത്തെ ഹിസ്റ്ററികൾ പറഞ്ഞുകൊണ്ട് ആത്മമണ്ഡലത്തെ തടയാനല്ല ഞങ്ങളുടെ പദ്ധതി. ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊന്ന് ഐക്യതയോടുകൂടി കയറി നിന്നപ്പോ ഇന്നലത്തെ ഒരുവന്റെ വീഴ്ചകളെ ഞങ്ങൾ മറന്നു. ഇന്നലത്തെ ഒരുവന്റെ ബലഹീനതകളെ ഞങ്ങൾ മറന്നു. ഇന്നലത്തെ ഒരുവന്റെ പരിശോധനകളെ മറന്നു. ഇവിടെ ഞങ്ങളുടെ വിഷയം ആത്മാവിൽ കയറി നിൽക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി കയറി നിൽക്കുക. ഇവിടെ വിള്ളലുണ്ടാക്കാനല്ല ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാ ഞങ്ങളുടെ വെളിപ്പാട്. സ്വത്രം പറയണേ. നമ്മളാണെങ്കിൽ എന്തോ ഞാനേ, അയ്യോ കഴിഞ്ഞ ആഴ്ച പൊളിഞ്ഞവൻ ഇപ്പൊ ഇവിടെ കയറി ഉപദേശിക്കുന്നല്ലേ? എന്റെ കൂടെ ഉണ്ടോ? നമ്മളാണെങ്കിൽ പറഞ്ഞാനെ, കഴിഞ്ഞ ആഴ്ച ദൈവത്തെ പോലെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ കയറി വേദിക്കറി നിന്ന് പ്രസംഗിക്ക് ഇരിക്കടാ എന്ന് പറയത്തുള്ളൂ. പക്ഷെ യോഹന്നാന്റെ വെളിപ്പാട് അതല്ലല്ലോ. മത്തായിയുടെ വെളിപ്പാട് അതല്ലല്ലോ. ലൂക്കോസിന്റെ വെളിപ്പാട് അതല്ലല്ലോ. അവര് പറയുന്ന അവരുടെ വെളിപ്പാട് എന്താണെന്നറിയാമോ? ഇവിടെ ഞങ്ങൾക്ക് തമ്മിൽ തല്ലുണ്ടാക്കാനല്ല, ഇവിടെ ഞങ്ങൾ ഐക്യതയോടെ കയറി നിന്നേ. ഞങ്ങൾ ഐക്യതയോടെ കയറി നിന്നപ്പോ ഇതിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇനി ഞങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിനെ വഹിക്കുക, ആ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ചലിക്കുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ മൈൻഡ് അടുത്തത് ദൈവരാജ്യം പണിയുക എന്നുള്ളതാ ഞങ്ങളുടെ മൈൻഡ്. ആ പത്രോസ് കയറി നിൽക്കുമ്പോ അവനിലൂടെ ദൈവരാജ്യം പണിയപ്പെടണം. ഓ, ഇതിനകത്ത് എന്തോ ഒരു അഭിഷേകം ചലിക്കുന്നല്ലോ. ഞങ്ങളുടെ ചിന്ത ഒരുത്തനെ ചവിട്ടിത്താക്കുക എന്നുള്ളതല്ല. ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയ ഞങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളോട് വായ്ത്തത്വം പറഞ്ഞ് ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച ആ പരിശുദ്ധാത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക. ഇതാ ഞങ്ങളുടെ മൈൻഡ്. എന്റെ കൂടെ ഉണ്ടോ? ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഈ ദൂത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ഒരു ആത്മസാന്നിധ്യം ഈ ദൂതിനകത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നേ. അവരാത്മാവിൽ കയറി നിന്നു പറഞ്ഞപ്പോൾ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 വിടുവിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 വിടുവിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. പുറമെ നിൽക്കുന്നവരുടെ ഐക്യതയാ ഉണർവിന് കാരണമായി മാറിയത്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിലെ രാത്രിയിൽ എന്നെ കാണുന്നവരോട് ഞാൻ പറയാം,
നിന്റെ അകത്ത് നിനക്കൊരു ഐക്യതയുണ്ടോ, നീ നിൽക്കുന്ന സ്ഥലത്ത് ഉണർവുണ്ടാകും. ആമേൻ. ഈ ദൂതിനകത്ത് ഭയങ്കര ഒരു ആഴമായ വെളിപ്പാടാണ് ഞാൻ ഇവിടെ പറയുന്നത്. വേണമെങ്കിൽ ചോദിക്കേണ്ട ഒരു ആശയം പറയാം. ജോൺസൺ പാസ്റ്റർ എന്തോത്തിന് വേറെ പണിയൊന്നും ഇല്ലേ? ഈ ദൈവദാസന്മാരെ വിളിച്ച് സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ, കുഞ്ഞെ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നീ ഒരാളെ പഴിചാരി നീ നടന്നാൽ നിന്റെ ലൈഫിൽ മാത്രമല്ല, നിന്റെ കുടുംബത്തിനകത്തു പോലും ആ ദൈവപ്രവൃത്തി നടക്കത്തില്ല. പക്ഷേ നീ പറ, ഞങ്ങളുടെ പാസ്റ്റർ കൊടുത്ത വെളിപ്പാടിനകത്ത് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. പാസ്റ്റർ കൊടുത്ത ദർശനത്തിന് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം. ഇതിനകത്ത് നിൽക്കുന്ന ഡിബേറ്റ്സിൽ പലരുള്ളവരായിരിക്കാം. നിങ്ങളുടെ അഭിഷേകത്തിന് ദൈവം തരുന്ന വെളിപ്പാടിനൊന്ന് ചേർന്ന് നിൽക്കാം എന്നൊന്ന് നീ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ ആക്റ്റീവായി തുടങ്ങും. എത്ര പേര് അതിന് ആമേൻ പറയും? ആമേൻ. എൻ്റെ ഒരു ദൂതിച്ചിരി വലിയ ദൂത, ഞാൻ പെട്ടെന്ന് അതിനെ കൊണ്ടുപോകാം. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളിനി അത് ആക്റ്റീവായി തുടങ്ങുന്നേ? ഇങ്ങനെ ഈ ഉണർവ് നടക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ദൈവാത്മാവ് തന്ന ഒരു വാക്കുണ്ട്. തീ കണ്ടവൻ തീയെ അറിയണം, തീയെ അറിഞ്ഞവൻ തീയെ വഹിക്കണം, തീയെ വഹിക്കുന്നവന്റെ മേൽ അധികാരങ്ങൾ ലഭിക്കപ്പെടും. ആമേൻ. ഒന്നും കൂടെ ഞാൻ പറയാം, ഒന്ന് ചേർന്ന് പറയണേ. തീ കണ്ടവൻ തീയെ അറിയണം, തീയെ അറിഞ്ഞവൻ തീയെ വഹിക്കണം, തീയെ വഹിച്ചാൽ അധികാരങ്ങൾ ലഭിക്കപ്പെടും. ഒന്ന് ചേർന്ന് പറഞ്ഞേ, തീ കണ്ടവൻ തീയെ അറിയണം. അയ്യോ, ഒന്ന് പറഞ്ഞേ, തീ കണ്ടവൻ തീയെ അറിയണം, തീ അറിഞ്ഞവൻ തീയെ വഹിക്കണം, തീയെ വഹിക്കുന്നവന്റെ മേൽ അധികാരങ്ങൾ വരും. ഇതെവിടാ? മോശയാണ് ആ ഒരു തലം കാണുന്നത്. മോശ ഒരു തീ കണ്ടു. ദൂരത്ത് നിന്ന് അവനൊരു തീ കണ്ടു. കണ്ടിട്ട് അവൻ തിരിഞ്ഞോടി എന്നല്ല വായിക്കുന്നത്, കണ്ട തീയെ അറിയാനോടി. സ്തോത്രം പറയാമോ? എപ്പോ ഒരു അഭിഷേകത്തിന്റെ തീ കണ്ടു, അതിനകത്ത് അവൻ കണ്ടിട്ട് സ്കിപ്പായി മുഖം തിരിച്ചു പോകുകയല്ല, കണ്ട തീയെ കൂടുതലായി അറിയാൻ അവന്റെ അകത്തൊരു ആകാംക്ഷയുണ്ടായി. ഈ രാത്രിയിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഒരിക്കൽ എവിടെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം ഒരു അഭിഷേകത്തെ കാണിച്ചു. അതിനകത്ത് നീ ഒതുങ്ങാനല്ല, കണ്ടതിനെ അറിയാൻ നീ റെഡിയാകാൻ തുടങ്ങുന്നു എങ്കിൽ ഇന്ന് പകൽ രാത്രി ഞാൻ വിളിച്ചു പറയാ, നിന്നെ പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ തലം, മോശ നേരെ തീ കണ്ടു, കണ്ടതിനെ അറിയാനോടി. അവൻ അറിഞ്ഞു ആ തീയെ, അല്ലേ? അവൻ അറിഞ്ഞു ആ തീയെ. എന്താണ് ആ തീ? ആ തീ യഹോവയായ ദൈവമാണ് ആ തീക്കകത്ത് ഇറങ്ങി നിൽക്കുന്നത് എന്ന് അവൻ അറിഞ്ഞപ്പോൾ ആ തീയെ അവൻ വഹിച്ചു. ഓ രാമൻ പറഞ്ഞാട്ട്, കണ്ടത് മാത്രമല്ല, കണ്ടതിനെ അവൻ അറിഞ്ഞതിനെ അവൻ വഹിച്ചു. ഇന്ന് രാത്രിയിൽ വഹിക്കാനായിട്ട് മോശ തയ്യാറായപ്പോ ദൈവതമ്പുരാൻ എന്തോ പറഞ്ഞെന്നറിയാമോ? മോശേ, നീ എന്നെ വഹിച്ചതുകൊണ്ട് നിന്റെ ജന്മം തകർക്കാൻ നിന്ന ഫറവോന്റെ മുമ്പിൽ നീ പോയി നിൽക്കുമ്പോ നിന്നെ ആയിട്ടല്ല, മോശയായിട്ടല്ല അവൻ നിന്നെ കാണുന്നത്, പിന്നെയോ ദൈവമായിട്ടായിരിക്കും അവൻ നിന്നെ കാണുന്നേ. ഓ ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ എന്തോ ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നല്ലോ. ഈ ഡിവേഴ്സിനകത്ത് ഒരു അഭിഷേക തലം ചലിക്കുന്നല്ലോ. അവൻ കണ്ടതിനകത്ത് ഒതുങ്ങി നിന്നില്ല. അവൻ കണ്ട തീയെ, അവൻ കണ്ടതിനെ ആത്മാവിൽ അവൻ വഹിക്കാൻ തയ്യാറായി. അവൻ വഹിക്കാൻ തയ്യാറായി. അവൻ വഹിച്ചതിനെ കൊണ്ട് അവന്റെ ജീവിതത്തെ ഒതുക്കിയ, അവന്റെ ലൈഫിനെ തകർത്ത, അവന്റെ ജന്മത്തെ തകർക്കാൻ നിന്ന ഫറവോന്റെ മുമ്പിലോട്ട് കയറി നിന്നപ്പോ ഫറവോന് തോന്നുന്നത് ഇന്നലെ കണ്ട വിക്കനായ മോശയല്ല,
അവൻ വഹിച്ചോണ്ട് പോയ, അവന്റെ അകത്ത് വഹിച്ചോണ്ട് പോയ അവൻ ദൈവത്തെയാണ് ആ മോശ കാണാൻ തുടങ്ങിയത്. ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം നിന്നെ ചലിപ്പിക്കാൻ തുടങ്ങട്ടെ. നിന്റെ അകത്തിരിക്കുന്ന ദൈവശക്തി നീ വഹിക്കുന്ന ആമേൻ ആ അധികാരമുള്ള ദൈവത്തെ നീ വഹിക്കാൻ തുടങ്ങുമ്പോൾ അസാധാരണ മൂവ്മെന്റുകൾ വെളിപ്പെടാൻ തുടങ്ങും. താങ്ക് യു ഹോളി ഫാദർ, താങ്ക് യു ഹോളി ഫാദർ. അതൂതിലേക്കൊന്ന് വരാം. അവൻ ആ തീയെ വഹിച്ചു. തീയെ വഹിക്കാൻ തുടങ്ങിയപ്പോ അവനിലുണ്ട് ആമേൻ. ആ തീയെ വഹിക്കുമ്പോൾ ഒരു പൗലോസ് ഒരു വെളിപ്പാട് പറയുന്നു. ആമേൻ. ക്രിസ്തു നിന്നിലാകുന്നു, നമ്മളിലാകുന്നു ക്രിസ്തു. ഇൻ ക്രൈസ്റ്റ്, നമ്മിൽ ക്രിസ്തു. ആമേൻ. അപ്പോഴാണ് അവിടെ ഒരു പൗലോസ് ഒരു വെളിപ്പാട് പറയുന്നത്. നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. ഓ, എൻ്റെ കൂടെയുണ്ടോ? നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ക്രിസ്തുവിനെ നമ്മൾ വഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശൈലി മാറും, നമ്മുടെ ക്യാരക്ടർ മാറും, നമ്മുടെ മനോഭാവങ്ങൾ മാറും. ഒരാൾക്ക് നമ്മളോട് ഭയങ്കര വൈരാഗ്യം, ഈ ഡിവേഴ്സ് ദൂത് കേൾക്കുന്നവരോട് പറയാം. ഒരാൾക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യം. എന്നിട്ട് അവരോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പിൽ നിന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും അവനോട് മിണ്ടത്തില്ല, ഇനി ഞാൻ ഒരിക്കലും അവനോട് സഹകരിക്കത്തില്ല. എന്നിട്ട് നമ്മളിരുന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഓ, ഭയങ്കര ദൈവശക്തിയായിരുന്നു, ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഈ മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞ് പോകുമ്പോഴാ നീ ഒരിക്കലും മിണ്ടത്തില്ലെന്നും നിനക്കെതിരെ പറഞ്ഞവൻ, നിനക്കെതിരെ ശത്രുത കാണിച്ചു നിന്റെ ഓപ്പോസിറ്റ് വരുന്നേ. അവനെ കാണുമ്പോൾ മുഖം വെട്ടിത്തിരിച്ച് കൃപ എന്ന് പറഞ്ഞു പോകുന്നതല്ല അഭിഷേകം. നിന്നോട് ഫൈറ്റ് ചെയ്യവനെ നോക്കി ഇന്ന് ചിരിക്കാൻ, നിനക്ക് വിരോധമായി സംസാരിച്ചവനെ നോക്കി നീ ഒന്ന് മിണ്ടാൻ, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. നിന്റെ അകത്തൊരു വെളിപ്പാട് കയറിയാൽ ഒരു കാര്യം പറയാം, നിന്നെ നടക്കുന്നത് പിന്നെ ഒരു ഉണർവായിരിക്കും. വചനം പഠിപ്പിക്കുന്നത് എങ്ങനാ? ആമേൻ. ചെറിയ തീ വലിയ കാടുകളെ കത്തിക്കുന്ന ഒരു ആമേൻ പറ. ചെറിയ തീ വലിയ കാടുകളെ, നമ്മൾ വഹിക്കുന്ന ചെറിയ തീ ദേശങ്ങളെ കത്തിക്കും. നമ്മൾ വഹിക്കുന്ന ചെറിയ തീ പട്ടണങ്ങളെ കത്തിക്കും. നമ്മൾ വഹിക്കുന്ന ചെറിയ തീ രാജ്യങ്ങളെ കത്തിക്കും. കാരണം നീ വഹിക്കുന്നത് ഒരു ചെറിയതാണെങ്കിലും നീ പോകുന്ന എത്ര വലിയ കാടാകട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളാകട്ടെ, എത്ര വലിയ വിഷയങ്ങളാകട്ടെ, അതിനെ കത്തിക്കാൻ നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന് പറ്റും. ഇതാ റിവൈവല്, ഇതൊരു ഉണർവാ. കാരണം നീ വഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അല്ലേ? ആമേൻ പറയൂ. ഹോളി, താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി. ഇനി പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലേക്ക് വരാം. ഈ തീയുടെ ഭാഗമൊക്കെ ഞാൻ തൊട്ട് ഇടയ്ക്കൂടെ ഒന്നും കൂടെ തൊടും. പരിശുദ്ധാത്മാവിൽ നമ്മിൽ വരുമ്പോൾ ഒരു ക്രിയേഷൻ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് കളർ പെയിന്റ്. ഒരു പെയിന്റർ രണ്ട് കളർ പെയിന്റ് മിക്സ് ചെയ്യുമ്പോൾ ഒരു ന്യൂ കളർ ക്രിയേറ്റഡ് ആകുന്നു. ഇതേപോലാണ് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു ന്യൂ ക്രിയേഷൻ ഉണ്ടാകുന്നു. എന്ത് ക്രിയേഷൻ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. ആമേൻ പറയാമോ? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവപൈതലേ, നാം ക്രിസ്തുവിലാണോ അല്ലയോ എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് നമ്മെ തന്നെ പരിശോധിക്കുക. നമ്മുടെ അകത്ത് പകയുണ്ടോ? നമ്മുടെ അകത്ത് ഐക്യതക്കുറവുണ്ടോ? നമ്മുടെ അകത്ത് സ്നേഹിക്കാൻ മനസ്സില്ലയോ? എവിടേക്കോ വിള്ളലുകൾ നിന്റെ അകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം, സിമ്പിളായിട്ടൊരു ദൂത. ഈ ഇയ്യോബിനോട് ദൈവം പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തെ നമുക്കറിയാം, ഞാൻ അങ്ങോട്ടൊന്നും കയറുമല്ല, ഒരു വെളിപ്പാട് മാത്രം പറഞ്ഞിറങ്ങാം. ഇയ്യോബ് ഒരിക്കലായി
യോബിനെ കുറിച്ച് നാട്ടുകാരെല്ലാം പറയുന്നൊരു വാക്കുണ്ട്, അവനെ പോലെ നേരുള്ളവൻ ആരുമില്ല, അവനെ പോലെ നല്ലവൻ ആരുമില്ല, ദോഷം വിട്ടകലുന്നവൻ വേറെ ആരുമില്ല, അവനെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ വേറെ ആരുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റ് അവൻ്റെ ജീവിതത്തിൽ വന്ന ആഞ്ഞടിച്ചപ്പോൾ ലോകക്കാർ പറഞ്ഞ വാക്കെന്താണ് അറിയാമോ? നേരില്ലാത്തതുകൊണ്ടും നേരും നെറിയും ഇല്ലാത്തതുകൊണ്ടാ അവൻ മുടിഞ്ഞു പോയെന്ന്. എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നേരുള്ളവൻ എവിടാ മുടിഞ്ഞു പോയെന്ന്. അങ്ങനെ പറയുന്നല്ലേ, നേരുള്ളവൻ എവിടാ മുടിഞ്ഞു പോയെന്ന്. ഇതാരാ യോബേ പറഞ്ഞ്? നിന്റെ കൂടെ അപ്പം തിന്നവൻ, നിന്റെ കൂടെ ഒരുമിച്ച് നടന്നവൻ, നിന്നെ സ്നേഹിച്ചവൻ, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചവർ, ഏറ്റവും നല്ല സ്നേഹിതരായി നടന്നവർ. ഇവനാ നീ ഇയ്യോബ് ഒരു പ്രതികൂലത്തിൽ പോയപ്പോൾ പറഞ്ഞത് നേരില്ലാത്തോണ്ടാ മുടിഞ്ഞു പോയത്. പ്രിയരെ, ഇത് ഇയ്യോബിന്റെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് ഇയ്യോബിനെ തൊട്ടു. ഇയ്യോബിന്റെ അകത്തൊരു മുറിവായി കിടക്കുക. എന്നിട്ട് ഇയ്യോബ് പ്രാണെങ്കിൽ പ്രാർത്ഥിച്ചാണ്, കർത്താവെ ഈ കഷ്ടത മാറ്റി തരണേ, കർത്താവെ ഈ വേദന മാറ്റി തരണേ, കർത്താവെ ഈ ശൂന്യ ചോദ്യങ്ങളുടെ മുമ്പിൽ എനിക്കൊരു മാറ്റം തരണേ. ഇതൊക്കെ ഒരു പക്ഷേ യോബ് പ്രാർത്ഥിച്ചു കാണും. പക്ഷേ ഒരു ദിവസം യോബിൻ്റെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, മോനെ യോബേ, എനിക്കും നിന്നെ പ്രവർത്തിക്കണമെങ്കിലേ നിന്റെ അകത്ത് കിടക്കുന്ന മുറിവ് മാറണം. എന്താ കർത്താവെ മുറിവ് മാറണ്ടേ? ഒറ്റ കാര്യം, നിനക്ക് വിരോധമായി സംസാരിച്ച സഹോദരനില്ലേ, അവനെ നീ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് നിന്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇയ്യോബ് ആ ദൂതിനകത്ത് എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. ഇന്നലകളിൽ അവൻ കണ്ട മുറിവിനേക്കാൾ അപ്പുറമായി അവൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവൻ കളഞ്ഞവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, അവനെ അനുഗ്രഹിക്കാതെ അടങ്ങത്തില്ല, കർത്താവെ അവനെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാറ്റ് വന്നടിച്ച്, ഒരു സീസണിലെല്ലാം തകർത്തെങ്കിലും അടുത്ത കാറ്റ് വന്നടിച്ച് നഷ്ടപ്പെട്ടതെല്ലാം അവന് മടക്കി കൊടുത്തു. ഇതാണ് ഒരു അഭിഷേകത്തിൻ്റെ തലമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്റെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലേക്ക് നീ കയറുമ്പോൾ ന്യൂ ക്രിയേഷനാണ്. നീ ഒരു പുതിയ വ്യക്തിയാണ്. പഴയതും ഓർത്തുകൊണ്ടിരിക്കാൻ നിനക്ക് കഴിയത്തില്ല, പഴയതും വഹിച്ചുകൊണ്ട് നിനക്ക് നടക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ പരിശുദ്ധാത്മാവിൻ്റെ തലത്തിലേക്ക് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകട്ടെ. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനി പരിശുദ്ധാത്മാവിൻ്റെ തലത്തിൽ വരുമ്പോൾ നമ്മൾ വഹിക്കപ്പെടുന്ന അഭിഷേകത്തെ തിരിച്ചറിയണം. നമുക്ക് എപ്പോഴും ഈ ലോകത്തിനകത്തുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇതിനകത്തൂടെ നമ്മൾ നടക്കുന്നേ അല്ല. നമുക്ക് വേറൊരു തലമുണ്ട്, ചിന്തയുണ്ട്. ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാത്ത ഒരാള് അവരെക്കുറിച്ച് അമേരിക്കയ്ക്ക് പോകുന്നതിന് അമേരിക്കയെക്കുറിച്ച് അറിയാമോ? അവർ പറയും എനിക്കറിയാം. അതിന് നിങ്ങൾ പോയിട്ടുണ്ടോ? ഇല്ല. ആമേൻ. അതിന് അമേരിക്ക പോയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ അമേരിക്കയെക്കുറിച്ച്? ഞാൻ അമേരിക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയെക്കുറിച്ച് എനിക്ക് എവിടേക്കോ ഒരു ഭാവന എൻ്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് പോകാൻ വിസ കിട്ടുമ്പോൾ അവൻ്റെ അകത്ത് ഭയങ്കര സന്തോഷം തോന്നും അല്ലേ? ഇതേപോലെ പോയിട്ടില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭാവന അകത്ത് തന്നെ നമ്മുടെ കിടക്കുന്നത് പോലെയാ ദൈവത്തിൻ്റെ രാജ്യം. നമ്മൾ ഈ ഭൂമിയിലെ സിസ്റ്റങ്ങളെക്കാൾ അപ്പുറമായി സ്വർഗലോകവുമായി കണക്റ്റായി പോകുന്ന ഒരു ആത്മതലം നമുക്ക് തുറക്കണം. ഹലോ, നമ്മൾ പറയുന്നുണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്താ പറയുന്നേ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എങ്ങനെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നേ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും, സ്വർഗത്തിലോട്ട് പോകും, കർത്താവിൻ്റെ കൂടെ നടക്കും, രാത്രി വന്ന് വീട്ടിൽ കിടന്നുറങ്ങും. ഇങ്ങനെയാണോ ഹാനോക്ക് നടന്നേ? അല്ല. ആമേ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹാനോക്ക് എഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വരും, ഹാനോക്കിൻ്റെ കൂടെ രാവിലെ ഒരു വൈകുന്നേരം വരെ നടക്കും, എന്നിട്ട് തിരിച്ചു പോകും. ഇതാണോ ഹാനോക്കിൻ്റെ കൂടെ ദൈവം നടന്നേ? നോ. ഹാനോക്കിൻ്റെ വെളിപ്പാടാ. ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ അവൻ പറയുന്നു, ഹലോ പപ്പ, ഗുഡ് മോർണിംഗ്. ഹലോ പപ്പ, ഞാൻ അങ്ങയുടെ കൂടെ നടക്കുന്നു. ഹലോ അപ്പായേ, ആമേൻ.
ഞാൻ അങ്ങോട്ട് കൂടെ കഴിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ അധികമായി ഹാനോക്കിന്റെ ചിന്ത മൊത്തവും കർത്താവുമായിട്ടുള്ള വാസം, കർത്താവുമായിട്ടുള്ള ജീവിതം, അപ്പനുമായിട്ടുള്ള കണക്ടിവിറ്റി, അപ്പനുമായിട്ടുള്ള ബന്ധം. ഇതാണ് ഹാനോക്കിന്റെ ഹൃദയത്തിനകത്തും മൊത്തം കിടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നീ ചിന്തിക്കുന്നത് നിന്നിൽ ആക്റ്റീവാകും. ജഡം ചിന്തിച്ചാൽ ജഡം ആക്റ്റീവാകും, ആത്മതലം ചിന്തിച്ചാൽ ആത്മീയ തലം ആക്റ്റീവാകും. സ്തോത്രം പറഞ്ഞാട്ട് അങ്ങനെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു ആത്മലോകത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ നിന്നെ തൊടത്തില്ല. സ്തോത്രം പറയണം, നിന്നെ തൊടത്തില്ല. ഈ ലോകത്ത് നമ്മൾ വചനം പഠിപ്പിക്കുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. നോക്കിയേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ എന്ന് വെച്ചാൽ ഈ ഭൂമിക്കകത്ത് കിടക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ ഒരു പഴുതാര കാണുമ്പോൾ നമ്മൾ ഷൂട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി നടന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പഴുതാരെ കണ്ട അവൻ കണ്ടിട്ട് ഓടിയൊന്നും പോത്തില്ല. ആ ഇട്ടേക്കുന്ന ഷൂ കൊണ്ട് ചുമ്മാ ഒന്ന് ചവിട്ടി ഒരു തിരുമിട്ട് ഒരു പോക്ക് പോകും. എന്താ? ആ നമ്മുടെ കാലിൻ്റെ കീഴിൽ ചെരുപ്പിനകത്ത് ഒതുങ്ങാവനേ ഉള്ളൂ ആ സാധനം. ഹലോ, പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇതിനെയൊക്കെ ജയിക്കാൻ പറ്റുന്ന ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നേ. എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ കാലിൻ്റെ കീഴിലാ എന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? തറയെ കിടക്കുന്ന സാധനം എടുത്ത് തലേ വെക്കും. ഹലോ, തറയെ കിടക്കുന്ന വിഷയം എടുത്ത് നമ്മൾ കൊണ്ട് തലേ വെക്കും. തലേ വെച്ച് ചവിട്ടിക്കേറി പോകാനുള്ള സാധനത്തെ തലയെ കൊണ്ട് വെച്ചിട്ട് ഫുട്ബോൾ അടിക്കുന്നത് പോലെ കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നോ, ഇതല്ല അഭിഷേകം. അധികാരത്തിനകത്ത് നിൽക്കുന്നവൻ ലോകത്തിന്റെ പ്രശ്നങ്ങളെ താഴെയിടുക, വലിച്ചു താഴെയിടുക, എന്നിട്ട് കിണ്ട പ്രോസസ്സിനകത്തേക്ക് നീ കയറുക. ദൈവരാജ്യത്തിന്റെ പ്രോസസ്സിനകത്തേക്ക് നീ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ പറയാം, ആമേ, എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആമേ പാസ്റ്റർ സിനിപാസ്റ്ററിനോട് ഞാനങ്ങ് പറയാം, സിനിപാസ്റ്ററെ, ആമേ, സിനിപാസ്റ്റർ ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക. സിനിപാസ്റ്റർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നാട്ടിൽ ഒരു KSRTC ബസ് അല്ലെങ്കിൽ മേ ബി ഒരു വണ്ടി ഒരു മതിലെ കൊണ്ട് ഇടിച്ചു. സിനിപാസ്റ്ററിന് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നത്തില്ലല്ലേ. കാരണം സിനിപാസ്റ്റർ എവിടെ യാത്ര ചെയ്യുന്നേ? ഫ്ലൈറ്റിനകത്താണ് യാത്ര ചെയ്യുന്നത്. ഹലോ, അയ്യോ, ഒരു തോട് അല്ലെങ്കിൽ ഒരു നദി കരകവിഞ്ഞ് ഒഴുകി അത് അതിർത്തിയെ പലയിടത്തൂടെ പിരിഞ്ഞു കയറി പല നഷ്ടങ്ങളുണ്ടായി. സിനിപാസ്റ്ററിന് എന്തെങ്കിലും തോന്നുമോ? കേൾക്കുമ്പോൾ ഒരു വാർത്ത തോന്നുമെങ്കിലും അതിനപ്പുറത്തൊരു ഫീല് തോന്നത്തില്ല. എന്താ? സിനിപാസ്റ്റർ ഈ ലോകത്തിന്റെ സിസ്റ്റം വിട്ട് വേറൊരു ലോകമായിട്ട് കണക്റ്റായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് നമ്മൾ കണക്റ്റായി തുടങ്ങുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിലല്ല നാം ജീവിക്കപ്പെടുന്നത്. സ്വർഗീയമാകുന്ന കണക്ഷനകത്ത്, ആത്മതലത്തിനകത്ത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അതിന് രാമയും പറഞ്ഞാട്ട്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞെ, 1 കോടി രൂപയുടെ കടം നിന്റെ മുമ്പിലുണ്ടെങ്കിലും നിനക്ക് ദോഷമായിട്ട് വരത്തില്ല. കാരണം നീ മൂവ് ആകുന്നത് പരിശുദ്ധാത്മാവായിട്ടാ. എത്ര പേരെ തന്നെ അമ്മ പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ആ പരിശുദ്ധാത്മാവായിട്ട് മൂവ് ആകാൻ ഒരു അനോയിന്റിങ് എൻ്റെ മേൽ വരട്ടെ. ഇനി പരിശുദ്ധാത്മാവിൻ്റെ അടുത്തൊരു തലമാണ് വിശ്വാസത്തിൻ്റെ തലം. അതും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ആമേ. എന്നിട്ട് നിങ്ങൾക്കൊരു അനോയിന്റിങ് പ്രയർ നിങ്ങളിലൂടെ കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവാ. നമുക്കറിയാം, യോശുവ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ചന്ദ്ര നീ ഉദിച്ചേക്കരുത്, സൂര്യ നീ അസ്തമിച്ചേക്കരുത്. ഒരുത്തൻ കയറി നിന്നോട്ട് പറയുക, സൂര്യ നീ അസ്തമിക്കരുത്, ചന്ദ്ര നീ ഉദിക്കരുത്. ഒരുത്തൻ കയറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ നടന്നു. എൻ്റെ ചോദ്യം, നമ്മൾ പറയുമ്പോൾ നാളെ രാവിലെ ഇന്ന് രാത്രി കാണുന്ന ചന്ദ്രനോട് പറയാം, ചന്ദ്രൻ അവിടെ ഉദിക്കരുത്, അസ്തമിച്ചേക്കരുത്, നാളെ സൂര്യൻ ഉദിക്കില്ലെന്ന് പറഞ്ഞാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ആ സാധനം ഇതെല്ലാം ഉദിച്ചിക്കും, പോകേണ്ടത് പോകും. ശരിയല്ലേ? പക്ഷെ എന്തുകൊണ്ട് യോശുവ പറഞ്ഞപ്പോൾ ആ പ്രോസസ്സ് നടന്നു? ഏലിയാവ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ ഒരു തുള്ളി മഴ പെയ്തേക്കരുതെന്ന്.
എങ്ങനെ ഏലിയാവ് പറഞ്ഞപ്പോ ആ പ്രോസസ് നടന്നു? ഇമ്പോർട്ടന്റ്. എന്തിന്റെ ഒറ്റ കാരണം ഇത്രയുള്ളൂ. അവർ ഒന്നാമത് അവർ ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്ലാനിങ്ങിലാണ് അവർ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്ലാനിങ്, അവരുടെ പ്രോസസ്, അവരുടെ എയിം, ആ യുദ്ധത്തിന്റെ എയിം യോശുവയ്ക്കറിയാം. ആ യുദ്ധം ജയിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഏലിയാവ് അത് പറയുമ്പോൾ അതിന്റെ ഗ്ലോറി ദൈവത്തിനാണ്. ഇതിനകത്തേക്ക് കണക്റ്റ് നിൽക്കുമ്പോൾ എന്റെ ചോദ്യം, ഏലിയാവേ, യോശുവായെ, നിനക്ക് എങ്ങനെ അത് നടക്കുന്നേ? അപ്പോ അവരുടെ ഒരു തലം പറയാം. അവർ അതിനകത്ത് ദൈവത്തിന്റെ സിസ്റ്റം പോലും അവർ തെറ്റിക്കുക. ദൈവത്തിന്റെ സിസ്റ്റമാണ് പകൽ 12 മണിക്കൂർ സൂര്യൻ ഉദിക്കണം, രാത്രി 12 മണിക്കൂർ ചന്ദ്രൻ ഉദിക്കണം. ദൈവം വെച്ചേക്കുന്ന സിസ്റ്റമാ. എന്നാൽ ആ സിസ്റ്റത്തെ പോലും ഒരുത്തെ കയറി ബ്രേക്ക് ചെയ്യുക. എങ്ങനെ? എന്തുകൊണ്ട് ബ്രേക്ക് ആകാന്റെ കാരണം ഒന്നേ ഉള്ളൂ. അവർ ഈ ലോകത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അവർ ഈ ലോകത്തിന്റെ സിസ്റ്റം വിട്ട് ആത്മമണ്ഡലത്തിനകത്ത് അവർ നിൽക്കുന്നേ. അവർ ദൈവരാജ്യത്തിനകത്ത് കയറി നിൽക്കുന്നേ. ദൈവരാജ്യത്തിന്റെ പ്ലാനിങ്ങിനകത്ത്, ദൈവരാജ്യത്തിനകത്ത് ഒരുത്തൻ കയറി നിന്നാൽ അവൻ പറയുന്ന വാക്ക് അത് ചലിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മൊന്ന് കയറി വരാമോ? നീ പറയുന്നത് നടക്കട്ടെ, നീ പറയുന്നത് സംഭവിക്കട്ടെ, നീ കൈവെക്കുന്നിടത്ത് രോഗികൾ സൗഖ്യമാകും. ഞാൻ പറയുന്നൊരു തലം പറയാം. ഒന്നും കൂടെ ഞാൻ പത്രോസിനെ ഒന്ന് തൊടാം. പത്രോസിനോട് യേശു പറഞ്ഞൊരു വാക്കാ, ആമേൻ. പത്രോസെ, രോഗിയുടെ മേൽ നീ കൈവച്ചാൽ സൗഖ്യം നടക്കുന്നു. ആമേൻ. പത്രോസിന് അതിന് മെഡിക്കൽ മേഖല പഠിച്ചതല്ലല്ലോ, പത്രോസിന് ക്വാളിറ്റി ഉള്ളവനല്ലല്ലോ, ഒന്നുമല്ലല്ലേ. പക്ഷെ പത്രോസിന് കർത്താവിന് പറയണം, മോനെ, യോഗ്യന്മാർക്ക് കഴിയാത്തതാ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോന്നെ. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. മെഡിക്കൽ സയൻസിന് കഴിയാത്തതാ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോന്നെ. പക്ഷെ പരിശുദ്ധാത്മാവായിട്ട് പത്രോസ് കണക്റ്റ് ആയപ്പോൾ മറ്റൊരു തലം തുറന്നു. എന്താണെന്നറിയാമോ? അവൻ ഇന്നലകളിൽ രോഗിയുടെ മേൽ കൈവെക്കണമായിരുന്നെങ്കിൽ ഇന്നുകളിൽ അവനെ കൈവെക്കണ്ട. അവന്റെ നിഴലൊന്ന് തട്ടിയാൽ മതി, അസാധാരണ വിടുതലുകൾ നടക്കും. ഈ ദൂത് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിന്റെ അകത്തൊരു ആത്മതലം തുറന്നാൽ നീ ചെയ്യണ്ട, നീ നോക്കിയാൽ മതി, അത്ഭുതം നടക്കും. നീ നോക്കിയാൽ മതി, ഉണർവ് നടക്കും. നീ നോക്കിയാൽ മതി, അസാധാരണ മൂവ്മെന്റുകൾ ഉണ്ടാകും. നീ നോക്കിയാൽ മതി, ഒരു ആത്മതലങ്ങൾ ചലിക്കാൻ തുടങ്ങും. യേശുവേ, പ്രാർത്ഥിച്ചേ. ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ആത്മാവായിട്ട് കണക്റ്റ് ആവുക. കർത്താവിനോട് പറ, എന്നെ ഉണർവിനായി ഉപയോഗിക്കണം. ഞാൻ വിളിച്ചു പറയപ്പെടുന്നു, ഉണർവ് നടക്കേണ്ടത് നമ്മിലാണ്. നമ്മിൽ ഉണർവ് നടന്നാൽ നാം ചവിട്ടുന്നിടം, ദേശം, മേഖല പിടിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറ, ആത്മതലത്തിൽ സഞ്ചരിക്കുന്നവനായി ഞാൻ മാറട്ടെ, അഭിഷേകത്തിനകത്ത് സഞ്ചരിക്കുന്നവനായി ഞാൻ മാറട്ടെ, കൃപയ്ക്കകത്ത് ചലിക്കുന്നവനായി ഞാൻ മാറട്ടെ. ഈ ഡിവേഴ്സിനകത്ത് ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ആ ഗ്ലോറി ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ വീട്ടിനകത്തേക്ക്, നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക്, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ, ആ സഭയിൽ, ആ ദേശത്ത് ഒരു ആത്മപകർച്ചയുടെ അന്തരീക്ഷം തുറന്നു വരട്ടെ. കഴിവതില്ലേ ആ കരുതൽ നിലച്ചിടുമ്പോ വിട്ടു പിരിയാൻ കഴിവതില്ലേ ആ സാന്നിധ്യവറിഞ്ഞിടുമ്പോ മറഞ്ഞിരിപ്പാൻ കഴിവതില്ലേ
ആ കരുതൽ നീലച്ചിടുമ്പോൾ കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതോ കരം പിടിച്ചു നടത്തിയതോ എൻ കാൽകളെ ഉറപ്പിച്ചതോ ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതോ ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും വിട്ടു പിരിയാൻ കഴിവതില്ലേ. അങ്ങനെ തന്നെ പറഞ്ഞ് ആ സാന്നിധ്യം വിട്ടുപോകാൻ എനിക്ക് പറ്റത്തില്ലപ്പാ. 2025 എന്നെ അങ്ങനെ ഉപയോഗിക്കണമേ. ഈ ഉണർവിന്റെ മീറ്റിംഗ് കഴിയുമ്പോ ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിനകത്ത് ഓടുന്നവനായി മാറട്ടെ. എന്റെ മൈൻഡ് ദൈവരാജ്യമാകട്ടെ. എന്റെ ചിന്താഗതികൾ കർത്താവാകട്ടെ. എന്റെ ആത്മതലകൾ എനിക്ക് തുറന്നു വരട്ടെ. ഇതിനകത്ത് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. ഒരു അഭിഷേക പകർച്ച ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കട്ടെ. ഇതിനകത്ത് ഒരു അഭിഷേക പകർച്ച നടക്കട്ടെ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത് പിശാചിന്റെ പദ്ധതിയെ കുറിച്ചല്ല ചിന്തിക്കണ്ടേ. പോരാട്ടമല്ല നീ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ബന്ധനമല്ല നീ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അതിനേക്കാൾ അപ്പുറമായി ദൈവരാജ്യത്തിൽ ഞാൻ ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ഒരു തലമുറയാണ് ഞാൻ. എന്റെ തലമുറയാവോ. എത്ര പേരത് പറയാൻ പറ്റുന്നുണ്ട്? നീ തീയെ വകിക്ക്. ആത്മതലത്തിൽ നീ ഒന്ന് തീയെ വകിക്ക്. നിന്റെ അകത്ത് കിടക്കുന്ന തീ ഒന്ന് പുറത്ത് ചലിക്കാൻ തുടങ്ങട്ടെ. നീ ചവിട്ടുന്നട പിടിക്ക്. നീ നിൽക്കുന്നിട ദേശം പിടിക്ക്. നീ നിൽക്കുന്ന ഗ്രാമം പിടിക്ക്. ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. ഇരിയുമല്ലേ ഉണർവില ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. ഇരിയുമല്ലേ ഉണർവില ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. ഇനിയുമല്ലേ ഉണർവില ചേർന്ന് പറഞ്ഞ് കർത്താവിനോട് പാടി പറ. ഈ റിവൈവൽ മീറ്റിംഗ് കഴിയുമ്പോൾ കർത്താവേ, ആ ഉണർവിനായി എന്നെ ഉപയോഗിക്കണേ. അഭിഷക്തന്മാർ പറഞ്ഞേ, ദൈവദാസിമാർ പറഞ്ഞേ, സഹോദരന്മാർ പറഞ്ഞേ, സഹോദരിമാർ പറഞ്ഞേ, പിതാക്കന്മാർ പറഞ്ഞേ, അന്ത്യകാലത്ത് സകല ജഡത്തിനുമേൽ എന്റെ ആത്മാവിനെ പകരൂന്ന് പറഞ്ഞെങ്കിൽ ആ ഉണർവിനാ എന്നെ ഒന്ന് ഉപയോഗിക്കണേ. ഓരഗ്നിയായി കത്തുവാൻ അഗ്നിയെ പകരണമേ. വിളക്കിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ അഗ്നിയെ
പകരണമേ. ഉപയോഗിക്കണേ ഇനിയുമല്ലേ ഉണർവിനാ. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയുമല്ലേ ഉണർവിനാ. ഉപയോഗിക്കണേ അണയാത്ത ഓരക്തിയായി കത്തുവാൻ അഗ്നിയെ പകരണമേ. കർത്താവായിട്ടൊന്ന് കണക്റ്റായി നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒന്ന് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങനെ ഒന്ന് ഉപയോഗിക്കണം, എന്നെ അങ്ങനെ ഉപയോഗിക്കണം. എൻ്റെ ചിന്തകൾ, എൻ്റെ വെളിപ്പാടുകളെല്ലാം ദൈവരാജ്യമായി മാറട്ടെ. ദൈവരാജ്യമായി എന്നെ കണക്റ്റ് ആക്കട്ടെ അപ്പ. ഒരു അഭിഷേകത്തിനകത്ത് ഞാൻ മൂവാകട്ടെ അപ്പ. ഒരു കൃപയ്ക്കകത്ത് ഞാൻ മൂവാകട്ടെ അപ്പ. ഐക്യതയുള്ള പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ എൻട്രി നടന്നെങ്കിൽ എൻ്റെ വീട് ഒരു ഐക്യതയാകട്ടപ്പ. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ തമ്മിൽ ഐക്യതയാട്ടപ്പ. ഞങ്ങളുടെ സഭകൾ ഒരു ഐക്യതയാകട്ടപ്പ. അത്തിയെ വഹിച്ചുകൊണ്ട് ഓടാൻ ഞാൻ റെഡിയാണപ്പ. എത്ര പേർ പ്രാർത്ഥിക്കും? അത്തിയെ ക്യാരി ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് കർത്താവേ. അത്തിയെ വഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ആരാധന, കർത്താവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധന കൊടുക്കാൻ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ചേർന്ന് യേശുവിനൊന്നൊരു ആരാധന കൊടുക്കാൻ പറ്റുമോ? ആരാധന നിങ്ങളുടെ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആരാധന 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 ഉയർത്തി ആരാധന 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 തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാം ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ
ഇറങ്ങി വരികയാ. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഈ ദൂതനകത്ത് ഒരു ഗ്ലോറി ഓപ്പൺ ആകുകയാ. ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലമാണ് ഞങ്ങളെ സ്തോത്രം. ഈ രാത്രി ഞങ്ങൾ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിൽ ആത്മതലത്തിൽ സഞ്ചരിക്കുന്നവരായി മാറട്ടെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലല്ല, അത് ഞങ്ങളുടെ കാലുകൾക്ക് കീഴിലാണ്. അതിനെ ചവിട്ടി ജയിക്കാൻ ഇതിനകത്ത് ഏത് പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്നവരും അതിനെ ചവിട്ടി ജയിക്കുന്ന ഒരു അഭിഷേകം ഇവരുടെ മേൽ പകരട്ടെ. കർത്താവേ, റിവൈവലിന് വേണ്ടി കർത്താവേ, ഈജിപ്തിനെ പനവേലിലെ ദൈവസഭ, കർത്താവിന്റെ അഭിഷേകത്തെ നയിക്കുന്ന ദൈവസഭ, ഈ ഡിവേഴ്സിനകത്ത് നയിക്കുന്ന ദൈവദാസന്മാരുടെ സഭയെല്ലാം ഒരു ഉണർവിനെ വഹിക്കുന്നവരാകട്ടെ, ഒരു തീയെ ക്യാരി ചെയ്യുന്നവരാകട്ടെ, ദേശങ്ങളെ പിടിക്കുന്നവരാകട്ടെ. ഇവർ നിൽക്കുന്നിടത്ത് അത്ഭുതം നടക്കട്ടെ, പോകുന്നിടത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. അസാധാരണ മൂവ്മെന്റുകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിനെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ ഡിവേഴ്സിലുള്ളവരെ അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവദാസനോടും സഭയോടും നന്ദി പറയുന്നു. ഈ ഒരു അവസരം നൽകിയതിന് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഇന്ന് രാത്രി നാം കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തലയെ വണക്കാം. പരിശുദ്ധാത്മാവുമായി കണക്റ്റഡായി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറയായി കാലഘട്ടത്തിലായിത്തീരുവാൻ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന നമ്മുടെ അന്തരഹൃദയത്തിൽ ഇന്ന് രാത്രി ഉയരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ നാം മുഴുവനും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആ ദൈവാത്മാവുമായി കണക്റ്റഡായി എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഈ രാത്രി ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഉപയോഗിപ്പാൻ ദൈവശക്തനാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം മാനിപ്പാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. അതേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനെ വിധേയപ്പെടുന്ന ഒരു തലമുറയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധ തലമുറയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഉണർവിനായി കൊതിക്കുന്ന ഒരു കുടുംബത്തെ, വ്യക്തികളെ, സഭയെ, ദേശത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഈ തലമുറയിൽ ഹല്ലേലൂയ അങ്ങയോട് ഒത്തു നടക്കുവാൻ, അങ്ങയുടെ ഇഷ്ടത്തിന്, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നടക്കുവാൻ ഞങ്ങളെ വിധേയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പച്ച, കരങ്ങളെ കേൾപ്പിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം, കേട്ടവങ്ങൾ ധ്യാനിക്കാം നമുക്ക്. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാസപ്രിയ ജോർജ് ചാക്കോ ദയവായി ശബ്ദമുയർത്തി ഈ രാത്രി കാലം കേട്ട വചനത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ റിവ്യൽ മീറ്റിംഗിന്റെ 3-ാമത്തെ രാത്രിയിലേക്ക് കർത്താവെ കടന്നു വരുവാൻ കൊണ്ടും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. ആമേൻ. ദൈവമേ, ഹല്ലേലൂയ. കഴിഞ്ഞ 2 രാത്രികളിലും മാറ്റമില്ലാതെ ദൈവശബ്ദം കേൾക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും കർത്താവെ, ആമേൻ, ദൈവിക പാടുകളിൽ ദാസനിൽ കൂടെ കേൾക്കാൻ കർത്താവ് അവിടുന്ന് സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അതേ കർത്താവ് ജനദാസനോട് കർത്താവ് നൽകിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ആമേൻ. ഐക്യതയുടെ ആത്മാവിൽ ഒരുമിച്ച് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാനിടയാകുമെന്നുള്ള ദൈവിക അരുളപ്പാടിൽ ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പുതിയ തലങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവെ. കർത്താവെ, ഞങ്ങൾ കൂടി വരുമ്പോൾ മാത്രമല്ല, അമ്മ ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, ഞങ്ങൾ കർത്താവ്യ ഭവനങ്ങളിൽ എവിടെയായിരുന്നാലും കർത്താവ്യ ആത്മീയ തലത്തിൽ കർത്താവിൽ നിന്നുകൊണ്ട് അമ്മ ദൈവരാജ്യത്തിൽ കയറി നിന്നുകൊണ്ട് സംസാരിപ്പാൻ, ആജ്ഞാപിക്കുവാൻ, കൽപ്പിക്കുവാനും ഒക്കെ ഞങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ ബലപ്പെടുത്തിക്കൊള്ളണമേ കർത്താവെ. ഞങ്ങളാകേണ്ടതുപോലെ ആയിത്തീരുവാൻ തക്കണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒന്നുകൂടെ അവിടുന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു കർത്താവെ. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പിന്നെയും അതിശക്തി കർത്താവ് ശക്തിയോടെ പിന്നെയും കർത്താവെ ആയിരിക്കുന്ന സ്ഥാനത്തൊക്കെയും കർത്താവ് ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും.
ആമേൻ. നന്ദിയോടെ സ്തോത്രം കർത്താവ്. ഇന്ന് രാത്രികാലം കടന്നു വന്ന ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും സഹോദരി സഹോദരന്മാരെയും യുവദാസന്മാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരായിരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ദൈവം വരെ കാക്കി പരിപാലിക്കുകയും ചെയ്താട്ട് ദൈവത്തിന് വേണ്ടി ശക്തരായി നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ കർത്താവെ. പ്രത്യേക ആമേൻ. പ്രൈസ് ദി ഹാർവെസ്റ്റ് ഫെലോഷിപ്പ് ആമേൻ കർത്താവിന്റെ ദാസൻ ജോസഫ് പാസ്റ്റർ കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവ്. ദൈവസഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എടുത്ത് ദിവസം നടക്കുന്ന മീറ്റിങ്ങുകളെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ്. ഒരു വലിയ അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് ദിവസങ്ങളിൽ തലമുറയിൽ കർത്താവ് അല്ല അടുത്ത കർത്താവെ അത് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പുതിയ അനുഭവം പ്രാപിച്ചവരായി കർത്താവിനെ വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും തിരുമേനി സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ആദ്യ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം കേൾപ്പിക്കുന്നു യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയുടെ പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയും കരുതലും കാവലും സുവാസം ഇപ്പോഴെപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിയുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ രണ്ടാമത്തെ അവരോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.